അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കിതാബു തൗഹീദാണ് വിശ്വാസകാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നമ്മൾ ഈ മദ്രസയിൽ ഉപയോഗപ്പെടുത്തുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 3 അധ്യായങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് മനസ്സിലാക്കാനുള്ള അധ്യായവും ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ തൗഹീദിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാബുൽ ഖൗഫി മിനശ് ശിർക്ക്, ഷിർക്കിനെ പേടിക്കുക എന്നുള്ള അധ്യായമാണ്. ഷിർക്കിൽ നിന്നുള്ള ഭയം എന്ന അധ്യായമാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. കിതാബ് തൗഹീദിൻ്റെ ഘടന നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് ഷെയ്ഖ് റഹിമഹുല്ലാ കൊണ്ടുവന്നിട്ടുള്ളത് കുല്ലിയാത്തു തൗഹീദാണ്. തൗഹീദിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കുന്ന ഭാഗങ്ങളായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക. പിന്നീട് അതിൻ്റെ പകുതി ഭാഗങ്ങൾ അല്ലെങ്കിൽ അതിലോടെത്തുന്ന സമയത്ത് ജുസ്ഇയാത്തു തൗഹീദ്, തൗഹീദിൻ്റെ നമ്മൾ പ്രത്യേകമായി പഠിക്കേണ്ട മസ്അലകളായിരിക്കും വരിക. അപ്പോൾ ഇതിൽ അദ്ദേഹം കിതാബ് ആരംഭിച്ചത് നമ്മൾ കണ്ടു. തൗഹീദാണ് അള്ളാഹു നമ്മെ പഠിച്ചതിൻ്റെ ലക്ഷ്യമെന്ന് അറിയിക്കുന്ന, തൗഹീദ് നിർബന്ധമാണെന്ന് അറിയിക്കുന്ന ആയത്തുകൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു അധ്യായമാണ് അദ്ദേഹം ആദ്യം കൊണ്ടുവന്നത്. മനസ്സിലാക്കിയതുപോലെ ചില പണ്ഡിതന്മാരത് കിതാബിൻ്റെ തന്നെ മുഖദ്ദിമയാണ്, ആമുഖമാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം തൗഹീദിനോട് ആളുകൾക്ക് താല്പര്യമുണ്ടാക്കുന്നതിന് വേണ്ടി തൗഹീദിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ നേട്ടങ്ങളും വിശദീകരിക്കുന്ന ബാബു ഫദ്ലി തൗഹീദി വമാ യുകഫിറുഹു മിനദ് ദുനൂബ്, തൗഹീദിൻ്റെ ശ്രേഷ്ഠതയും അതുകൊണ്ട് പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു തരും എന്നറിയിക്കുന്നതുമായ തെളിവുകൾ ഉൾക്കൊണ്ടിച്ചുകൊണ്ടുള്ള ഒരു അധ്യായമാണ് പിന്നീട് നമ്മൾ വായിച്ചത്. അതിനുശേഷം സഹോദരങ്ങളെ, ഒരു വിചാരണയും ഒരു ശിക്ഷയുമില്ലാതെ മുവഹിദീങ്ങളിൽപ്പെട്ട ആളുകൾ, തൗഹീദിനെ സാക്ഷാത്കരിച്ച ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നറിയിക്കുന്ന തെളിവുകൾ ഉൾക്കൊണ്ടിച്ചുകൊണ്ടുള്ള കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇതെല്ലാം തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൗഹീദിനെ ഇഷ്ടപ്പെടാനും തൗഹീദ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ താല്പര്യമുണ്ടാക്കുന്ന അധ്യായങ്ങൾ തന്നെയാണ്. ഇനി ഇന്നുള്ള ഈ അധ്യായം ബാബുൽ ഖൗഫി മിനശ് ശിർക്ക് എന്ന അധ്യായം സഹോദരങ്ങൾ തൗഹീദിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയ, ആ തൗഹീദ് കൊണ്ടുള്ള നേട്ടങ്ങൾ മനസ്സിലാക്കിയ, തൗഹീദ് വലിയൊരു അവന് ലഭിച്ചിട്ടുള്ള ഒരു സ്വത്താണ്, ഒരു ഗനിയാണ് എന്ന് മനസ്സിലാക്കിയ ഒരാൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നിനക്ക് ലഭിച്ച അനുഗ്രഹം അത് പാഴായി പോകുന്ന, അവസാന ഘട്ടത്തിലോ അല്ലെങ്കിൽ നിൻ്റെ അശ്രദ്ധയിലുണ്ടാകുന്ന സമയത്തോ നിനക്ക് പാഴായി പോകുന്ന ഒരു അവസ്ഥ നിനക്കുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ തൗഹീദിന് നേർവിരുദ്ധമായ ഷിർക്കിനെക്കുറിച്ച് നീ ജാഗരൂകനായിരിക്കണം, ജാഗ്രതയോടുകൂടി വർത്തിക്കണം. അത് തൗഹീദിൻ്റെ ഭാഗമാണ്, തൗഹീദിൻ്റെ താല്പര്യമാണ്. അത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. ആ കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ഷിർക്കിന് എത്രമാത്രം നമ്മൾ ഭയക്കേണ്ടതുണ്ട് എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ അധ്യായം കൊണ്ടുവന്നിട്ടുള്ളത്. ബാബുൽ ഖൗഫി മിനശ് ശിർക്ക്, ഷിർക്കിൽ നിന്നും നമുക്ക് ഭയം വേണം എന്നറിയിക്കുന്ന അധ്യായം. ഒന്നാമതായി അദ്ദേഹം കൊണ്ടുവന്ന തെളിവ് ഖാലൽ മുസന്നിഫു റഹിമഹുല്ലാ വഖൗലില്ലാഹി തആല ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. സൂറത്തുൻ നിസായിലെ 48-ാമത്തെ ആയത്താണത്. എന്താണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്? ഷിർക്കാണ് ഏറ്റവും വലിയ പാപം. അഅ്ലമു ദുനൂബി അലൽ ഇത്ലാഖ്, ഏറ്റവും വലിയ പാപം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഷിർക്കാണ് എന്ന് അറിയിക്കുന്ന ഒരായത്താണ് യഥാർത്ഥത്തിൽ ഇത്. കാരണം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർക്കുന്നത് പുറത്തു തരികയേയില്ല. വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, എന്നാൽ അതിന് താഴെയുള്ള ഏത് പാപമാണെങ്കിലും അള്ളാഹുവിൻ്റെ മശീഅത്തുണ്ടെങ്കിൽ, അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മുഫസ്സിരീങ്ങൾ പറയുകയാണ് അൽ ഇസ്തിസ്നാഉ ഹുനാ ലി അഹ്ലി തൗഹീദ്, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്ന്
പറഞ്ഞിട്ടുള്ളത് അത് തൗഹീദിൻ്റെ ആളുകൾക്കാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിർക്ക് ചെയ്യുന്ന ആളുടെ ഒരു പാപവും റബ്ബ് പുറത്തുതരികയില്ല. ഷിർക്കിലായിട്ട് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവന് സംഭവിച്ചിട്ടുള്ള ചെറുതോ വലുതോ ആയ ഒരു പാപവും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തുതരികയില്ല. എന്നാൽ ഒരാൾ തൗഹീദിലായി മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ്റെ വൻ പാപങ്ങളാകട്ടെ അള്ളാഹു തആല പുറത്തു കൊടുക്കും. ഷിർക്കല്ലാത്ത വൻ പാപങ്ങളാകട്ടെ, അത് അവൻ എത്ര കടുത്ത പാപങ്ങൾ ചെയ്തതാകട്ടെ, അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു കൊടുക്കും. അഥവാ മുവഹ്ഹിദീങ്ങൾക്ക് മാത്രമേ അള്ളാഹു തആല പരലോകത്ത് മഗ്ഫിറത്ത് ഉദ്ദേശിക്കുകയുള്ളൂ, പാപമോചനം ഉദ്ദേശിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ അഫു, അള്ളാഹുവിൻ്റെ മാപ്പ് മുവഹ്ഹിദീങ്ങൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി, അവർക്ക് അതിന് അർഹതയുള്ളൂ എന്നറിയിക്കുന്ന ഒരായത്താണ് സഹോദരങ്ങളെ ഇതിലുള്ളത്. എന്നാൽ പാപങ്ങളെ നിസ്സാരമാക്കി കളയുന്ന ഒരായത്തെ അല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വയഗ്ഫിറു മാ ദൂന ദാലിക് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ നമുക്ക് ചിലപ്പോൾ അങ്ങനെ നിസ്സാരമായി തോന്നാൻ സാധ്യതയുണ്ട്. തൗഹീദ് ഉണ്ടെങ്കിൽ പാപങ്ങൾ വലിയ കുഴപ്പമില്ല എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ അള്ളാഹു തആല അവിടെ നിർത്തിയില്ല, മറിച്ച് അവൻ പറഞ്ഞത് ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കുകയുള്ളൂ എന്നാണ്. അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, ചെറുതായി നമ്മൾ കാണുന്നൊരു തിന്മ പോലും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരികയില്ല. ആ ചെറുതായ ഒരു തിന്മ പോലും റബ്ബ് സുബ്ഹാനഹു വ തആല കണക്കിലെടുക്കുകയും അതൊരു മിസ്കാല ദർറത്താണെങ്കിൽ, ഒരു ഉറുമ്പിൻ്റെ കാലടിയുടെ അത്രയാണെങ്കിലും അള്ളാഹു ഇന്ന വ്യക്തിക്ക് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ അവൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അവൻ അർഹനാണ് ആ ശിക്ഷക്ക്. അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചാലേ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയുള്ളൂ. ആർക്കാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുക എന്ന് നമുക്കറിയുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് ഒരിക്കലും തന്നെ നമുക്ക് പാപങ്ങളിൽ നിന്നും നിർഭയത്വം തോന്നിക്കേണ്ടതായ ഒരു ആയത്തല്ല, മറിച്ച് ഈ ആയത്ത് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ തൗഹീദുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു തരും, അതുകൊണ്ട് നിങ്ങൾ തൗഹീദിലായിക്കൊണ്ട് മരണപ്പെടാൻ ശ്രദ്ധിക്കണം എന്നറിയിക്കുന്ന ആയത്താണ്. അതല്ലാതെ പാപങ്ങളിൽ നിന്നും നിർഭയനാകാനുള്ള ആയത്തല്ല എന്നാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുമായിരുന്നു, മാസിൽനാ നുംസികു അനിൽ ഇസ്തിഗ്ഫാരി ലി അഹ്ലിൽ കബായിർ. ആദ്യകാലത്ത് ഞങ്ങൾ വൻപാപങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഇസ്തിഗ്ഫാർ തേടാറില്ല. കാരണം ഓരോ വൻപാപത്തിൻ്റെയും ഹദീസുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ ഗൗരവമുള്ള രൂപത്തിലാണ് ആ ഹദീസുകളൊക്കെ വന്നിട്ടുള്ളത്. ഗൗരവപരമായിട്ടാണ് ഓരോ വിഷയത്തിൻ്റെയും, പലിശയുടേതാകട്ടെ, അതുപോലെ തന്നെ വ്യഭിചാരത്തിൻ്റേതാകട്ടെ, കൊലപാതകത്തിൻ്റേതാകട്ടെ, അങ്ങനെയുള്ള മറ്റ് തിന്മകളാകട്ടെ വളരെ ഗൗരവത്തിലാണ് ഹദീസുകളൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാസിൽനാ നുംസികു അനിൽ ഇസ്തിഗ്ഫാരി ലി അഹ്ലിൽ കബായിർ, ആദ്യകാലത്ത് ഞങ്ങൾ വൻപാപികളായ ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറൊന്നും തേടാറില്ല. അങ്ങനെ മരണപ്പെട്ടു പോയ തെമ്മാടികളൊക്കെ ആയ ആളുകളുണ്ടാകും, അവർക്ക് വേണ്ടി ഞങ്ങൾ ഇസ്തിഗ്ഫാർ തേടലേ ഇല്ല, കാഫിരീങ്ങളെ പോലെ കണ്ടു എന്ന് വേണം പറയാൻ. പക്ഷേ അദ്ദേഹം പറയുകയാണ്, ഹത്താ സമിഅനാ മിൻ ഫീ നബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. നമ്മുടെ നബിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്നും ഈ ആയത്ത് കേൾക്കുന്നത് വരെ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞത് എന്താണ്? വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു തആല തിന്മ ശിക്ഷ അഥവാ പാപം എന്ന് പറയുന്നത് ഷിർക്കിൻ്റെ താഴെയാണ് എങ്കിൽ അല്ലാഹു തആല പുറത്തു വരും എന്ന് പറയുന്നത് വരെ, അത് പുറത്തു വരുമെന്ന് അല്ലാഹു പറഞ്ഞാൽ നമുക്കത് ഇസ്തിഗ്ഫാർ തേടാം, പാപമോചനം തേടാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ വളരെ ഗൗരവമുള്ള കാര്യമാണ് സഹോദരങ്ങളെ മനസ്സിലാക്കുക. അതുപോലെ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇന്നി അഖർതു ശഫാഅതി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി യൗമൽ ഖിയാമ. തീർച്ചയായും എനിക്കൊരു ശുപാർശയുണ്ട്, ആ ശുപാർശ ഞാൻ ദുനിയാവിൽ നിന്ന് ചോദിച്ചിട്ടില്ല. ഓരോ അമ്പിയാക്കളും അവർ പല കാര്യത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർക്ക് ഉത്തരം കിട്ടുന്ന ദുആ ചോദിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചോദിക്കാതെ പരലോകത്ത് റബ്ബിനോട് ഒരു ശുപാർശ ചോദിക്കാൻ വേണ്ടി ആ ഉത്തരം നൽകപ്പെടുന്ന ആ പ്രാർത്ഥന മാറ്റിവെക്കുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊരു ഷഫാഅത്തായിട്ട് ഞാൻ മാറ്റിവെച്ചു. ആർക്ക് വേണ്ടിയിട്ടാണ്? ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ വൻപാപം ചെയ്തിട്ട് വരുന്ന എൻ്റെ ഉമ്മത്തിലുള്ള കുറേ ആളുകൾ ഉണ്ടാകും, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഖിയാമത്ത് നാളിൽ റബ്ബിനോട് ശുപാർശ ചോദിക്കും, നരകത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്തും നമ്മളിപ്പോൾ കേട്ട ഹദീസും സഹോദരങ്ങൾ ഇതെല്ലാം അറിയിക്കുന്നത്, വൻപാപിയായിട്ട് ഒരു മുവഹിദ് മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അവനത് പുറത്തു കിട്ടുന്നതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ആയത്തൊരു അടിസ്ഥാനമുള്ളൊരു ആമായ ഒരു ആയത്താണ്. നമ്മൾ ഏത് നുസൂസ് കണ്ടാലും, ഖുർആനിലാകട്ടെ ഹദീസിലാകട്ടെ, എവിടെ നമ്മൾ ഒരു തിന്മ ചെയ്യുന്ന വ്യക്തി അവൻ നരകത്തിലാണ്, ഒരു തിന്മ ചെയ്യുന്ന വ്യക്തി അവൻ നരകത്തിൽ ശാശ്വതനാണ്, അങ്ങനെ വല്ലതും കണ്ടിട്ടുണ്ട് എങ്കിൽ ഈ ആയത്ത്
അതിനെ വിധിക്കുന്നതാണ്. എങ്ങനെയാണ് വിധിക്കുക? ആ തിന്മ ഷിർക്കോ കുഫറോ അല്ലെങ്കിൽ അഥവാ അതിന് താഴെയുള്ളതാണ് എങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു താല പുറത്തു കൊടുക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. ഉദാഹരണത്തിന് നമ്മൾ കാണും, പലിശ കഴിക്കുന്നവൻ, പലിശക്ക് കൊടുക്കുന്നവൻ, അവൻ നരകത്തിൽ ഇന്നാലെന്ന ശിക്ഷയാണ്. വ്യഭിചരിക്കുന്നവൻ നരകത്തിൽ ഇന്നാലെന്ന ശിക്ഷയാണ്. ഗീബത്ത് പറയുന്നവൻ നരകത്തിൽ ഇന്നാലെന്ന ശിക്ഷയാണ്. ഇത് കണ്ടാൽ അത് പറയുന്ന വ്യക്തി ഉടനെ നരകത്തിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം അല്ലാഹു തആല മുവഹ്ഹിദീങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ്? അവർ മരണപ്പെട്ടു പോയി, തൗബ ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല, തിന്മയിലായി മരണപ്പെട്ടു പോയെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്നാണ്. ഇനി പണ്ഡിതന്മാർ ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്, ഷിർക്ക് എന്ന് പറയുന്നത് സഹോദരങ്ങളെ രണ്ട് രൂപത്തിലുണ്ട്. ഷിർക്കുൻ അക്ബറും ഉണ്ട്, ഷിർക്കുൻ അസ്ഗറും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി, അൻ യുശ്റക എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഷ്റാഖ് എന്നുള്ള വാക്കാണ് അതിൽ നിന്ന് കിട്ടുക, പങ്കു ചേർക്കൽ എന്നുള്ള വാക്കാണ് കിട്ടുക. അപ്പോൾ അത് ഷിർക്കുൻ അക്ബർ അതിൽ ഉൾപ്പെടുമോ, ഷിർക്കുൻ അസ്ഗർ അതിൽ ഉൾപ്പെടുമോ, അതല്ല ഷിർക്കുൻ അക്ബർ മാത്രമാണോ അല്ലേ എന്നുള്ളത് സഹോദരങ്ങളെ വലിയ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അഭിപ്രായ വ്യത്യാസത്തിലായി. ആരെങ്കിലും ഒരാളുടെ ജീവിതകാലത്ത് ചെറിയ ഷിർക്ക് ചെയ്തുകൊണ്ടേ അങ്ങനെ തൗബ ചെയ്യാതെ മരണപ്പെട്ടു. ഉദാഹരണത്തിന് ഒരാൾ വല്ലാഹി അള്ളാഹുവാണ് സത്യം എന്ന് പറയുന്നതിന് പകരം അവൻ എന്തെങ്കിലുമൊക്കെ സത്യം ചെയ്യുകയാണ്. എന്താണ്? വൽ കഅബ, കഅബയാണ് സത്യം, വൻ നബി, നബിയാണ് സത്യം, അല്ലെങ്കിൽ ഇന്ന വലിയൻ്റെ പേരിൽ അങ്ങനെയൊക്കെ സത്യം ചെയ്യുന്ന രൂപത്തിൽ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്യൽ അത് ഷിർക്കുൻ അസ്ഗറാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ തഫ്സീലായിട്ടുള്ള വിശദാംശം നടക്കുന്ന ബാബ് പിന്നീട് വരുന്നതാണ്. അതല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ആളുകളെ കാണിക്കാൻ വേണ്ടി ഇബാദത്തുകളൊക്കെ ചെയ്യുന്ന ആളുകൾ, അതൊക്കെ ഷിർക്കുൻ അസ്ഗറിൽ പെടുന്ന കാര്യമാണ്. അങ്ങനെ തൗബ ചെയ്യാതെ ഒരാൾ മരണപ്പെട്ടു പോയാൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമാണ്. അവനും എന്ത് ചെയ്യോ, അല്ലാഹു തആല പുറത്തു കൊടുക്കുകയോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു അവൻ ഇന്നമാ യദ്ഖുലു തഹ്തൽ മുവാസന, അവൻ്റെ അമലുകൾ തൂക്കുന്ന അവസ്ഥയിലേക്കാണ് ഉണ്ട്. അള്ളാഹ് എന്തായാലും പുറത്തു കൊടുക്കൂല. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ ഷിർക്കുള്ള അമൽ തിന്മയുടെ തട്ടിൽ അവിടെ തൂങ്ങും, അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. മറ്റേത് വൻ പാപങ്ങൾ സംഭവിച്ചാൽ അള്ളാഹു പുറത്തു കൊടുത്താൽ തിന്മയുടെ തട്ടിൽ അത് ഉണ്ടാവുകയില്ല, തിന്മയുടെ തട്ടിൽ ആ വൻ പാപങ്ങൾ ഉണ്ടാവുകയില്ല. എന്നാൽ ചെറിയ ഷിർക്ക് ചെയ്തിട്ടുള്ള അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്യുക, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ചെറിയ ഷിർക്ക് ഒരിക്കലും പുറത്തു കൊടുക്കാത്ത അവസ്ഥയിൽ മുവാസനത്തിന് വേണ്ടി, തൂക്കുന്നതിന് വേണ്ടിയിട്ട് തിന്മയുടെ തുലാസിൽ അത് കിടക്കുന്നതായിരിക്കും. പിന്നീട് അവന് രക്ഷപ്പെടാനുള്ള മാർഗം അവൻ്റെ നന്മ വർദ്ധിക്കുക എന്നുള്ളതല്ല, അതല്ലാതെ രക്ഷപ്പെടാൻ വേറെ മാർഗ്ഗമില്ല. കാരണം ഇത് അള്ളാഹു എന്തായാലും പുറത്തു കൊടുക്കാത്ത ഷിർക്കിൽപ്പെട്ടതാണ് ചെറിയ ഷിർക്കും. അതുകൊണ്ട് അത് അവിടെ തിന്മയുടെ തട്ടിലുണ്ടാകും. നന്മയുടെ തുലാസ് തൂങ്ങിയിട്ടല്ലാതെ അവന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല, കാരണം അതിന് മഗ്ഫിറത്തില്ല എന്നാണ് പറയുന്നത്. ചില പണ്ഡിതന്മാർ അങ്ങനെയാണ് പറഞ്ഞത്. എന്നാൽ വേറെ ചിലർ പറഞ്ഞു അല്ല, ഇതും മശീഅത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ എന്ന് പറയുന്നതിൽ ഇതും വരുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന് സംഭവിച്ചു പോയിട്ടുള്ള ചെറിയ ഷിർക്കുകളും റബ്ബ് സുബ്ഹാനഹു വ തആല വൻപാപത്തോടൊപ്പം ഉദ്ദേശിക്കുകയാണെങ്കിൽ പുറത്തു കൊടുക്കുന്നതാണ്, തുലാസിൽ വെക്കാതെ തന്നെ പുറത്തു കൊടുക്കുകയാണ് എന്നാണ്. ഇതാണ് റാജിഹായ ഏറ്റവും ശരിയായ അഭിപ്രായമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അത് പറയാനുള്ള രണ്ട് കാരണങ്ങളുണ്ട്. എന്തുകൊണ്ട് ചെറിയ ഷിർക്ക് ഈ ആയത്തിൽ ഉൾപ്പെടുകയില്ല, മറിച്ച് വൻപാവത്തോടൊപ്പം ചെറിയ ഷിർക്കും പുറത്തു തരും എന്ന് പറയുവാൻ രണ്ട് കാരണങ്ങളുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലൊന്നാമത്തെ കാരണം പണ്ഡിതന്മാർ പറഞ്ഞത്, ഖുർആനിൽ ഷിർക്ക് എന്ന് പറയുന്ന എന്ത് ഷിർക്കാണ്, വലുതോ ചെറുതോ എന്ന് പറയാതെ നിരുപാധികം ഷിർക്ക് എന്ന് പറയുന്ന ആയത്തുകളെല്ലാം തന്നെ നമ്മൾ നോക്കിയാൽ നിരുപാധികമായി പറഞ്ഞതെല്ലാം ഷിർക്കുൻ അക്ബറുകളാണ്. ഉദാഹരണത്തിന് ഇന്നഹു മയുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ പോലെയുള്ള വാക്കുകളിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അവന് സ്വർഗ്ഗം നിഷിദ്ധമാണ്, അവൻ്റെ സങ്കേതം നരകമാണ്, അക്രമികളായ ഇത്തരം ആളുകൾക്ക് ഒരു സഹായിയും അവിടെ കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വലിയ ഷിർക്കിനെ, ഷിർക്കുൻ അക്ബറിനെ കുറിച്ചിട്ടാണ് എന്നുള്ള ഇജ്മാ ഉള്ള കാര്യമാണ്. അഥവാ നരകത്തിൽ ശാശ്വതനാകുക അത് വലിയ ഷിർക്കിൽ മരണപ്പെട്ടു പോയ ആൾക്കാരാണ് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് ഇത്തരം ആയത്തുകളിൽ ഉദ്ദേശിച്ച ഷിർക്കുകളെല്ലാം വലിയ ഷിർക്കാണ്. അതുകൊണ്ട് ഈ ആയത്തിൽ പറഞ്ഞതും വലിയ ഷിർക്കാണ്. ലാ യഗ്ഫിറു അൻ യുശ്റക എന്ന് പറഞ്ഞതും വലിയ ഷിർക്കാണ് എന്നാണ് ഒരു വജ്ഹായിട്ട്, ഒരു തെളിവായിട്ട് അവർ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം അവർ പറഞ്ഞത്, ചെറിയ ഷിർക്കും വലിയ ഷിർക്കും തമ്മിൽ ഒരുപാട് അനന്തരങ്ങളുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങൾ അവർ തമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരുപോലെ ആവുകയില്ല, രണ്ടിൻ്റെയും ഹുക്കം ഒരുപോലെ ആവാൻ സാധ്യതയില്ല.
കാരണം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ചെറിയ ശിർക്ക് ചെയ്താൽ ഒരാൾ ഇസ്ലാമിൽ നിന്നും പുറത്തു പോവുകയില്ല. ഇതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. എന്നാൽ വലിയ ശിർക്ക് ചെയ്താൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകും. അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. എന്നാൽ അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്താൽ ഒരാൾ ഇസ്ലാമിൽ നിന്നും പുറത്തു പോവുകയില്ല. ഇത് അറിയപ്പെട്ട കാര്യമാണ്. ഒരു കാര്യം അതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ചെറിയ ശിർക്ക് അത് നരകത്തിൽ ഒരാളെയും ശാശ്വതനാക്കുകയില്ല അതിൽ മരണപ്പെട്ടാലും. എന്നാൽ വലിയ ശിർക്ക് ഒരാളെ ശാശ്വതനാക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ വലിയ ശിർക്ക് ഒരിക്കലും തിന്മയുടെ തുലാസിൽ വെക്കുകയില്ല. ശിർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് തുലാസൊന്നും നോക്കേണ്ട ആവശ്യമില്ല. വലിയ ശിർക്കിലാണ് മരണപ്പെടുന്നതെങ്കിൽ അവന് നന്മ തിന്മകൾ തൂക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്മ തിന്മകൾ തൂക്കുന്നത് തൗഹീദുള്ള ആളുകൾക്കാണ്. കാരണം ശിർക്കുള്ള അവന് എത്ര നന്മ ഉണ്ടായിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് അതിന് തൂക്കേണ്ട ആവശ്യമില്ല. വലിയ ശിർക്കിൽ മരണപ്പെട്ടാൽ അവൻ നരകത്തിലാണ്, യാതൊരു സംശയം അതിലില്ല. എന്നാൽ ചെറിയ ശിർക്കിന് തൂക്കേണ്ട ഒരു വിഷയമുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം അന്തരങ്ങൾ എന്തുണ്ട്? ചെറിയ ശിർക്കിനും വലിയ ശിർക്കിനും ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ വരുന്ന ഹുക്കുമിലും ആ വ്യത്യാസമുണ്ട്. അഥവാ വലിയ ശിർക്ക് മാത്രമാണ് അള്ളാഹു പുറത്തു തരാൻ ഉദ്ദേശിക്കാത്തത്. ചെറിയ ശിർക്ക് അള്ളാഹു പുറത്തു തരാൻ ഉദ്ദേശിക്കുന്ന വൻപാപങ്ങളുടെ കൂട്ടത്തിലാണ് പെടുക എന്നാണ് പറയുന്നത്. എന്തായാലും അല്ലാഹു ആലം അത് ശരിയായി മനസ്സിലാക്കുന്നു. പക്ഷേ പണ്ഡിതന്മാർ ഈ അധ്യായം പഠിപ്പിക്കുന്ന സമയത്ത് വളരെ ഗൗരവത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. മുൻഗാമികളിൽ പലരും ചെറിയ ശിർക്കും അല്ലാഹു തആല പുറത്തു തരാത്ത ശിർക്കായിട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവത്തിൽ തന്നെ നമ്മൾ ചെറിയ ശിർക്കിനെ മനസ്സിലാക്കണം. കാരണം ഈ അഭിപ്രായം എങ്ങാനും ശരിയായിട്ടില്ല എങ്കിൽ, ഈ ആയത്തിൽ പറഞ്ഞ പൊതുവായ അർത്ഥത്തിലാണ് കാര്യങ്ങൾ വരുന്നതെങ്കിൽ നമുക്കിനി പിന്നീട് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ചെറിയ ശിർക്ക് എന്ന് പറയുന്നത് ഗൗരവമുള്ള കാര്യമാണ്. വലിയ ശിർക്കാകട്ടെ ചെറിയ ശിർക്കാകട്ടെ, ശിർക്ക് എന്നുള്ള കാര്യം ഒന്നും സഹോദരങ്ങൾ നമ്മുടെ അടുക്കൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. പിന്നീട് ഈ ആയത്തും വേറൊരായത്തും തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. പാപങ്ങൾ അതിര് കവിഞ്ഞ, സ്വന്തത്തോട് അക്രമം അതിര് കവിഞ്ഞ ആളുകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശയരുത്. കാരണം ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അല്ലാഹു തആല മുഴുവൻ പാപങ്ങളും പുറത്തു തരും. അള്ളാഹു പറയുന്നത് എന്താണ്? ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, മുഴുവൻ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരും, ഒന്നും ഒഴിവാക്കി പറഞ്ഞിട്ടില്ല. എന്നാൽ നമ്മളിപ്പോൾ ഈ അധ്യായത്തിൽ വായിച്ച ആയത്തിൽ എന്താണ് പറഞ്ഞത്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബി, ശിർക്ക് ചെയ്ത് അല്ലാഹു തആല പുറത്തു തരില്ല. ഈ ആയത്തിൽ പറഞ്ഞു ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു വരും. എന്താണ് അതിൻ്റെ വ്യത്യാസം? ഈ ആയത്ത് വൈരുദ്ധ്യമാണോ? ആർക്കാണ് അറിയാം? അതെ, ഈ ആയത്തിൻ്റെ കൂടെ ചെറിയൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ എന്ന് പറയുന്നത് ഫീ മൻ താബ്, തൗബ ചെയ്ത ആൾക്ക്. തൗബ ചെയ്താൽ പുറത്തു തരാത്തൊരു തിന്മയില്ല. അത് ശിർക്കിൽ മുങ്ങിക്കുളിച്ചവനാകട്ടെ, ദർഗകളും ജാറങ്ങളും അങ്ങനെയുള്ള മുഴുവൻ ദർഗങ്ങളിലും ജാർഗങ്ങളിലും അതിലെല്ലാത്തിലും കയറിയവനാകട്ടെ, സകലമാന ശിർക്കുകൾ ചെയ്തവനാകട്ടെ, മൊയ്തീൻ ഷെയ്ഖിനോടും റിഫായി ഷെയ്ഖിനോടും സകല ഷെയ്ഖന്മാരോടും ബീവിമാരോടും തേടിയവനാകട്ടെ, എത്ര വലിയ തിന്മകൾ ചെയ്തവനാകട്ടെ, സകലമാന വൻപാപങ്ങൾ ചെയ്തതാകട്ടെ, 7 വൻപാപങ്ങൾ എന്നല്ല 700 വൻപാപങ്ങൾ ചെയ്തവനാകട്ടെ, എത്ര തിന്മകളിൽ മുങ്ങിക്കുളിച്ചവനാകട്ടെ, അല്ലാഹു തആല തൗബ ചെയ്താൽ പുറത്തു വരും. അതാണ് പറഞ്ഞത് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾക്ക് നിരാശ വേണ്ടതില്ല. എത്ര തിന്മകൾ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷ്കളങ്കമായ തൗബ അവനിൽ ഉണ്ടായാൽ, തൗബത്തുൻ നസൂഹ് ഉണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ്. അതാണ് ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റേത് അത് സഹോദരങ്ങളെ അങ്ങനെ മരണപ്പെട്ടു പോയ ആൾക്കാണ്. ആ ഇതിലായിട്ട് മരണപ്പെട്ടു പോയ ആൾക്കാണെങ്കിൽ പിന്നീട് അവന് എന്തില്ല, വേറെ ഒരു വഴിയില്ല. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഷിർക്കിൻ്റെ കാര്യം ഗൗരവത്തിൽ അത് ചെയ്യുന്ന ആളുകൾ ഉണർത്തുന്നത്. പക്ഷെ അവർക്ക് മനസ്സിലാവണ്ടേ, തിരിച്ചു പരിഹസിക്കുക, കളിയാക്കുക എന്നുള്ളതല്ലാതെ നമ്മൾ ഈ ആവർത്തിച്ച് പറയുന്നവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം ആ രൂപത്തിൽ മരണപ്പെട്ടു പോയാൽ പിന്നീട് ഒന്നും ചെയ്യാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്നും ഒരു അഫ്വ അവൻ പ്രതീക്ഷിക്കേണ്ടതില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് ഗണ്യതമായി പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്, ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് പേടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് ഈ ആയത്ത് അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ ശിർക്ക് ശരിക്കും പേടിക്കണം. നിങ്ങൾ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ചെറുതോ, നമ്മൾ ഈ പറഞ്ഞതുപോലെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അത് ചെറുതോ വലുതോ ശിർക്ക് വന്നാൽ അല്ലാഹു തആല അത് പുറത്തു തരികയില്ല. വലിയ ശിർക്കാണെങ്കിൽ മുഴുവൻ പൊളിഞ്ഞു പോയി, ഇന്നൊന്നും നോക്കാനില്ല.
ചെറിയ ഷിർക്കാണെങ്കിൽ പുറത്ത് വന്നിട്ടില്ലെങ്കിൽ പിന്നീട് നമ്മൾ പറഞ്ഞു അത് മുവാസനത്തിന് വെക്കും, തിന്മയുടെ തട്ടിലുണ്ടാകും, അത് പൊറുക്കൂല. അതിനെ മറികടന്ന് തൂങ്ങണമെങ്കിൽ നന്മയുടെ തുലാസിൽ ഒരുപാട് വേണ്ടത് വരും. കാരണം അള്ളാഹു തആല അത് പൊറുക്കാത്ത തിന്മയായി ബാക്കി നിൽക്കും എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ആയത്ത് സഹോദരങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുള്ള ഷിർക്കിൻ്റെ ഗൗരവം മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ടാമതായി അദ്ദേഹം കൊണ്ടുവരുന്നു ഖാല അൽ മുസന്നിഫു റഹിമഹുല്ലാ വഖാല അൽ ഖലീലു അലൈഹിസ്സലാം വജ്നുബ്നി വബനി അൻ നഅ്ബുദൽ അസ്നാം. സൂറത്ത് ഇബ്രാഹിമിലെ 35-ാമത്തെ ആയത്താണത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് കാര്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എന്നെയും എൻ്റെ സന്താന പരമ്പരയെയും നിസ്കാരക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അദ്ദേഹം ദുആ ചെയ്തിട്ടുണ്ട്. സാലിഹ്യങ്ങളിൽപ്പെട്ട കുട്ടികളെ എനിക്ക് നൽകണമെന്ന് റബ്ബിനോട് ദുആ ചെയ്തിട്ടുണ്ട്. ഒരുപാട് റബ്ബിനോട് ദുആ ചെയ്തിട്ടുള്ള ഒരു നബിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്ന ചോദ്യം അള്ളാഹു നമ്മെ അറിയിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. നിങ്ങളങ്ങനെ നിർഭയനായി തൗഹീദ് കിട്ടി എന്ന് വിചാരിച്ചിരിക്കേണ്ടതില്ല. തൗഹീദിൻ്റെ ഏതെങ്കിലും ഒരു വക്കത്ത് എത്തുമ്പോഴേക്കും അതിൽ നിർഭയനാകുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. തിരിച്ചു തന്നെ ചിലപ്പോൾ അതിലേക്ക് താഴെ വീണു പോകും. ഒരു നിർഭയത്വം വേണ്ട. ഇവിടെ തൗഹീദിൻ്റെ ഉന്നതിയിലെത്തിയിട്ടുള്ള എല്ലാ രൂപത്തിലുള്ള ഷിർക്കിൻ്റെ മുഖങ്ങൾക്കെതിരെയും പടപൊരുതിയിട്ടുള്ള മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമുക്കറിയാം. അദ്ദേഹമാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയായിട്ട് നമുക്ക് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. വജ്നുബ്നി, എന്നെ അകറ്റണമേ എന്നാണ്. നമ്മൾ മുമ്പ് ആ ആയത്തിൻ്റെ അല്ലെങ്കിൽ അതുപോലെയുള്ള വാക്കുകളുടെ അർത്ഥം പറഞ്ഞിട്ടുണ്ടാകണം. വജ്നുബ്നി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നെ ഒരു കരയിലാക്കണം, ഷിർക്കും അതുപോലെയുള്ള കാര്യങ്ങളും മറ്റേ കരയിലേക്ക് ആയിരിക്കണം, എൻ്റെ അടുത്തുപോലും ഷിർക്കിൻ്റെ അടുത്തുപോലും എന്നെ ആക്കരുത് എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. ഷിർക്കിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതല്ല, ഷിർക്കിൻ്റെ അടുത്തുപോലും എന്നെ ആക്കരുത്. വജ്നുബ്നി, അദ്ദേഹം തൻ്റെ സന്താന പരമ്പരക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വബനിയ, എൻ്റെ സന്താന പരമ്പര അൻ നഅ്ബുദൽ അസ്നാം. അദ്ദേഹം ചെറിയ ഏതെങ്കിലുമൊക്കെ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നല്ല പ്രാർത്ഥിച്ചത്, മറിച്ച് ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണം എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. ആ ബിംബങ്ങളോട് എന്ത് നിലപാടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സ്വീകരിച്ചത് എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നമുക്കറിയുന്ന കാര്യമാണത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു നിർഭയത്വം തോന്നിയിട്ടില്ല, ഒരു പുച്ഛം തോന്നിയിട്ട് ഇതിനൊക്കെ ഞാനെന്നെ ആരാധിക്കേ, അന്ന് എനിക്ക് പേടിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പം അതേപോലെ തന്നെ നമ്മൾ പേടിക്കേണ്ടതാണ്. ഈ ജാറങ്ങളെ റബ്ബെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. ഈ ഔലിയാക്കളെയും അമ്പിയാക്കളെയും ഒക്കെ ആദരിക്കുക എന്നുള്ള പേരിൽ അവരോട് തന്നെ പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ നിന്ന് റബ്ബെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. ചില ആളുകൾക്ക് ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പുച്ഛത്തോട് കൊടുക്കുക, അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. പക്ഷെ അതിൻ്റെ അർത്ഥം നമുക്ക് നിർഭയത്വം ഉണ്ടാകാൻ പാടില്ല എന്നല്ല, അല്ലെങ്കിൽ നമുക്ക് പേടി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ പേടിയോടുകൂടി അതിനെ കാണണം. കാരണം പിശാച് എപ്പോഴും നമ്മളെ ആ ഷിർക്കിലേക്ക് വീഴ്ത്താൻ ജാഗരൂകനായിരിക്കുകയാണ്. ഏതവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിപ്പെടുക എന്ന് അറിയുകയില്ല. പലരും അത് അവൻ്റെ ഏതെങ്കിലുമൊക്കെ അവസാന സമയത്ത് മനസ്സ് കൽബ് വല്ലാത്ത പ്രയാസങ്ങളിൽ എത്തുന്ന സമയത്തൊക്കെ കാലിടറി പോകുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. അത് നമുക്ക് തൗഹീദിലായി മരണപ്പെടേണ്ട ആഗ്രഹം കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. കാരണം ഏതെങ്കിലും ഒരു അവസരത്തിൽ ഷിർക്കിലേക്ക് നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം ചെയ്ത അമൽ മൊത്തം ബാത്തിലായി പോകും. പിന്നീട് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരിക്കലും പുറത്തു തരാത്ത കാലാകാലം ശിക്ഷകൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്ന നരകത്തിൽ നമുക്ക് വസിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. വജ്നുബ്നി വബനി അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എൻ്റെ സന്താന പരമ്പരയും നീ അസ്നാമുകളെ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ എന്നാണ്. പണ്ഡിതന്മാർ പറഞ്ഞു വബനിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സന്താന പരമ്പര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ചിലർ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ തലമുറകളായ മുഴുവൻ ആളുകളെയുമാണ് എന്നാണ്. പക്ഷെ അത് ഒരിക്കലും ശരിയല്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം മക്കയിലുണ്ടായിരുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പരമ്പരയിലുണ്ടായിരുന്ന ആളുകൾ ഷിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്, ചരിത്രത്തിലുള്ളതാണ്. അതുകൊണ്ട് അവർ പറഞ്ഞു ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കുന്നത്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം പ്രാർത്ഥിച്ചത് അദ്ദേഹത്തിൻ്റെ 2 മക്കൾ, അതുപോലെ തന്നെ ആ മക്കളുടെ മക്കളായ ആളുകളുണ്ട്, അവരെ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ്. അത് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മക്കളായ ഇസ്മായിലും ഇസ്ഹാഖും എല്ലാം നമുക്കറിയാം നബിമാരായിട്ട് മരണപ്പെട്ടു പോയ ആളുകളാണ്. അതുപോലെ അവരുടെ മക്കളുമുണ്ട്. അങ്ങനെയുള്ള ആ സന്താന പരമ്പരയാണ് അത് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുമുണ്ട് എന്നാണ് ഒരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു. വേറെ ചിലർ പറഞ്ഞു അല്ല, ആദ്യത്തെ അഭിപ്രായമാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമുടെ ഈ പ്രാർത്ഥന റബ്ബ് സ്വീകരിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ പരമ്പരയിൽപ്പെട്ട ആളുകൾ ഷിർക്കിലെത്തിപ്പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ 2 അഭിപ്രായങ്ങൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും സഹോദരങ്ങളെ, നമ്മുടെ പാഠം എന്ന് പറയുന്നത് അത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം
ബിംബങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും റബ്ബിനോട് തേടി എന്നുള്ള ആ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്രാഹിം തൈമി റഹിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട്, മൻ യഅ്മനുൽ ബലാ ബഅദ ഖൗലി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വജ്നുബ്നി വബനി അൻ നഅ്ബുദൽ അസ്നാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഈ വാക്ക് കേട്ടതിന് ശേഷം ആർക്കാണ് പിന്നീട് നിർഭയനായിരിക്കാൻ സാധിക്കുക? ഷിർക്കിൽ വീണു പോകുകയില്ല എന്ന്. കാരണം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ബിംബങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും റബ്ബേ നീ എന്നെ കാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ബിംബങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും എന്നെ കാക്കണമെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഇബ്രാഹിം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ആർക്കാണ് നിർഭയനായിരിക്കാൻ സാധിക്കുക? അതുകൊണ്ടാണ് സഹോദരങ്ങൾ, ആരെങ്കിലുമൊക്കെ ധരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തൗഹീദെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നതിനൊന്നും പേടിക്കേണ്ടതില്ല. തൗഹീദിൻ്റെ ദർസുകളും തൗഹീദിൻ്റെ പ്രഭാഷണങ്ങളും തൗഹീദിൻ്റെ പഠനങ്ങളൊക്കെ നമ്മളതൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്, നമ്മൾ പൂട്ടിവെച്ചു. നമുക്കിനി വേറെ ചില വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാനുണ്ട്. ഉമ്മത്തിൻ്റെ പുരോഗമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഉമ്മത്തിനെ എങ്ങനെ ഫാഷിസത്തിൽ വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ ചർച്ച ചെയ്യണം. അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആധുനികമായ പല അധാർമികതകൾക്കെതിരെയാണ് നമ്മൾ കാര്യമായി ചർച്ച നടത്തേണ്ടത്. ഷിർക്കൊക്കെ നമ്മളതൊക്കെ മനസ്സിലാക്കിയതാണ്, അതിന് ആവർത്തിച്ച് പഠിക്കുന്നതിൽ വലിയ ഫായിദ ഇല്ല എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ രണ്ടാലൊരുവനാണ്. ഒന്നുകിൽ അവനൊരു ജാഹിലാണ്, വിവരം കെട്ടവനാണ്, എത്ര വലിയ ഡിഗ്രി നേടിയവനാണെങ്കിലും അമ്പിയാക്കളുടെ ദഅവത്തിനെ കുറിച്ച് ധാരണയില്ലാത്ത ജാഹിലാണ്, വിവരമില്ലാത്തവനാണ്. കാരണം നബിമാരുടെ ദഅവത്ത് മുഴുവൻ ഇങ്ങനെയാണ്. അവരാരംഭിച്ചതും അവസാനിപ്പിച്ചതും ഷിർക്കിനെതിരെ പ്രബോധനം ചെയ്തുകൊണ്ടാണ്. അമ്പിയാക്കളുടെ ദഅവത്ത് അറിയാത്തവനാണ്. അല്ലെങ്കിൽ രണ്ടാമത് നമ്മൾ പറഞ്ഞത്, അവൻ ഉമ്മത്തിനോട് നസീഹത്തില്ലാത്ത ഒരു വഴിപഴച്ചവനാണ്, ഒരു വാലാണ്, ജനങ്ങളെ വഴിപഴപ്പിക്കുന്ന മുതില്ലാണ്. കാരണം അതുകൊണ്ടാണ് അവൻ തൗഹീദിനെ ഒഴിവാക്കിയിട്ട് ജനങ്ങളോട് നസീഹത്തില്ലാത്ത മറ്റു പല കാര്യങ്ങളിലേക്ക്, മുസ്ലിം ഉമ്മത്തിൻ്റെ പുരോഗമനം, അവരുടെ പഠനം, അവരുടെ മറ്റു കാര്യങ്ങൾ, നമ്മളിതിലേ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. നമ്മളങ്ങനെ മുസ്ലിം ഉമ്മത്തിനെ ഡോക്ടറാക്കുക, എഞ്ചിനീയർ ആക്കുക, അല്ലെങ്കിൽ ആ രൂപത്തിൽ മുസ്ലിം ഉമ്മത്തൊക്കെ വളരെ വീക്കാണ്, അതാണിപ്പോൾ നമ്മൾ പരിഹരിക്കേണ്ടത്. നിങ്ങൾ ഈ ഷിർക്ക്, കുഫർ, ഖബർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടന്നോ? മുസ്ലിം ഉമ്മത്ത് ഇങ്ങനെ ഒന്നുമില്ലാതെ ഗവൺമെൻറ് ജോലിയില്ല, മറ്റേതില്ല, അതില്ല, ഇതൊക്കെയാണ് നമ്മൾ പരിഹരിക്കേണ്ടത് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അവർ വിചാരിക്കുക നമ്മളാണ് ഭയങ്കര മുസ്ലിം ഉമ്മത്തിന് വേണ്ടി എന്തോ ചെയ്യുന്നത്. ഇവരൊക്കെ ഇങ്ങനെ വെറുതെ വേറെ പണിയില്ല, നാട് നീളെ പോസ്റ്റർ ഒട്ടിച്ച് നാട് നീളെ പ്രസംഗിച്ച് തൗഹീദ്, ഷിർക്ക് എന്നും ഇത് തന്നെ. ഇവർക്ക് ഇതല്ലാതെ പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പുച്ഛത്തോട് കാണുന്ന വഴിപയച്ച ആളുകളെ വഴിപയപ്പിക്കുന്ന ആളുകൾ കാണാൻ സാധിക്കും. അവരുടെ വാദപ്രകാരം മുസ്ലിങ്ങൾ ഇങ്ങനെ ഭിന്നിക്കാനൊന്നും പാടില്ല. അല്ല, ഷിർക്കും തൗഹീദും എല്ലാവരും ഒന്നിച്ചൊറ്റക്കെട്ടായി ഒരു കുടക്കീയിൽ ഒന്നിക്കേണ്ട സമയമാണ്. ഇപ്പോഴാണ് നിങ്ങൾ ഷിർക്കും തൗഹീദൊക്കെ പറയുന്നത്. നമ്മൾ തല കഴുത്തിനും മുകളിൽ ഉണ്ടോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തേണ്ട സമയത്താണ് നിങ്ങൾക്ക് ഇതൊക്കെ ചർച്ച ചെയ്യാനുള്ളത്. ഒരുമിച്ച് ഐക്യത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കണം. അല്ല, അത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. അള്ളാഹു താലയുടെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ അള്ളാഹുവിൻ്റെ പാർശ്വത്തിൽ ഖുർആനും സുന്നത്തും അനുസരിച്ച് മുറുകെ പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. പക്ഷേ ഷിർക്കിനെതിരെ താക്കീത് ചെയ്യാതെ തൗഹീദിലല്ലാതെ ഉമ്മത്തിന് ഒരുമിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് വസ്തുത. അതല്ലാത്ത യോജിപ്പ് എന്ന് പറയുന്നത് യഹൂദികളുടെ യോജിപ്പിനോട് തുല്യമാണ്. യഹൂദികളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അവരെല്ലാവരും ഒരുപോലെയാണ് എന്നാണ്. പക്ഷേ അവർ ഭിന്നിച്ചിരിക്കുകയാണ്. അവരുടെ ആശയങ്ങളും അവരുടെ ആദർശങ്ങളും എല്ലാം വ്യത്യസ്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബാഹ്യമായ ഒരു ഐക്യമൊന്നും കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഖൽബ് നന്നാവാതെ തൗഹീദിൽ അധിഷ്ഠിതമായിട്ടുള്ള വിശ്വാസം കെട്ടിപ്പടുക്കാതെ ഐക്യപ്പെട്ടതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്നത്, ഇവിടെ ഇബ്രാഹിം അത്തൈമി റഹിമഹുല്ലയുടെ വാചകവുമായി ബന്ധപ്പെട്ടൊരു അടിക്കുറിപ്പാണ്. നമുക്ക് നിർഭയനായിരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ തൗഹീദ് പഠിക്കണം, കുട്ടികളെ പഠിപ്പിക്കണം, സമൂഹത്തിൽ പഠിപ്പിക്കണം, അതിന് വിരുദ്ധമായ ഷിർക്കിനെതിരെ താക്കീത് ചെയ്യണം. ഇത് എന്നും തുടർന്നുകൊണ്ടേയിരിക്കണം. ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. മൂന്നാമതായി അദ്ദേഹം കൊണ്ടുവരുന്നു, ഖാലൽ മുസന്നിഫു റഹിമഹുല്ലാ വഫിൽ ഹദീസ് അഖ്വഫു മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗർ ഫസുഇല അൻഹു ഫഖാൽ അർരിയ. ഈ ഹദീസ് ഇമാം അഹ്മദും തബറാനിയും ബൈഹഖിയും ഒക്കെ ഉദ്ധരിച്ച ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ ഹസനാണെന്ന് വിലയിരുത്തിയ ഹദീസാണ്. അതിൽ കാണാൻ സാധിക്കും സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയാണ്, അഖ്വഫു മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗർ. നിങ്ങളിൽ സഹാബത്തിനെ ചൂണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അശ്ശിർകുൽ അസ്ഗറാണ്. ആ ഹദീസിൻ്റെ ലഫ്ള് ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന സ്വഹാബികളെ ചൂണ്ടിയിട്ട് പോലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടെങ്കിൽ അഖ്വഫു മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗർ, നിങ്ങളിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് ചെറിയ ഷിർക്കാണ് എന്ന് പറയേണ്ടത് നമ്മളൊക്കെ എത്ര ഇത് കേൾക്കുമ്പോൾ പേടിക്കണം.
സഹാബത്തിനെ ചൂണ്ടിയിട്ടാണ് നിങ്ങൾ നല്ല ദർജയിൽ നല്ല ഈമാനും നല്ല ഇത് നിങ്ങളിലൊന്നും പേടിക്കാനില്ല എന്നല്ല റസൂലുള്ള പറഞ്ഞത്. അഖ്വഫു മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ, നിങ്ങളിൽ ഏറ്റവും ഞാൻ ഭയപ്പെടുന്നത് ചെറിയ ശിർക്ക് നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ്. ഉടൻ തന്നെ സഹാബത്ത് ചോദിച്ചു ഫസുഇല അൻ, അതെന്താണെന്ന് ചോദിച്ചു. എന്താണ് അശ്ശിർക്കുൽ അസ്ഗർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു റിയ, ലോകമാന്യമാണ്, ആളുകളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ചില റിവായത്തിൽ അത് വിശദമായിട്ട് തന്നെ ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് സഹിഹാക്കിയിട്ടുള്ള റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ചോദിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് റിയ ആണ് എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് യഖൂലുല്ലാഹു അസ്സ വജല്ല ലഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തനം ചെയ്ത റിയ ഉള്ള ആളുകളോട് അല്ലാഹു തആല പറയും. എപ്പോഴാണ് പറയുന്നത്? ഇത് ജുസി അന്നാസു ബിഅമാലിഹിം, ജനങ്ങൾക്കൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം ഇങ്ങനെ നൽകുന്ന സമയത്ത് പറയും ഇദ്ഹബു ഇലല്ലദീന കുൻതും തുറാഊന ഫി ദുനിയ, നിങ്ങൾ ദുനിയാവിൽ ആരെ കാണിക്കാനാണോ അമലുകളൊക്കെ ചെയ്തത് അവരുടെ അടുക്കലേക്ക് നിങ്ങൾ പോകുക. ഫൻദുറു ഹൽ തജ്ദൂന ഇൻദഹും ജസാഅ, അവർ വല്ല പ്രതിഫലം ഇപ്പോൾ നൽകുന്നുണ്ടോ നിങ്ങൾ നോക്കുക. അവരുടെ അടുക്കലേക്ക് പോകും. ദുനിയാവിൽ മോനെ കാണിക്കാനല്ലേ നീ കൊടുത്തത്, ദുനിയാവിൽ ഇന്നയാളെ കാണിക്കാനല്ലേ നിസ്കരിച്ചത്, ഇന്നയാൾക്ക് വേണ്ടിയിട്ടല്ലേ നീ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇന്ന് ആർക്ക് വേണ്ടിയിട്ടാണോ പ്രതിഫലം, ആർക്ക് വേണ്ടിയിട്ടാണോ അമല് ചെയ്തത് അയാളാണ് പ്രതിഫലം കൊടുക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുപോലെ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ ചെയ്തത് അവർ വല്ലതും തരുന്നുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ ഷിർക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഷിർക്കുൻ അസ്ഗറും അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. കാരണം എല്ലാ ഷിർക്കിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഷിർക്കുൻ അസ്ഗറിൻ്റെ കാര്യവും കൊടുത്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസിൽ ഈ ഷിർക്കിന് അശ്ശിർക്കുൽ ഖഫി എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അഥവാ ഖഫി എന്ന് പറഞ്ഞാൽ ഗോപ്യമായത് എന്നാണ്, പ്രകടമായതല്ല. പ്രകടമായ ഷിർക്ക് ഏതാണ്? അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അശ്ശിർക്കുൽ ജലിയാണ്. മുഹീദ്ദീൻ ഷെയ്ഖ് കാക്കണ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ കേൾക്കാൻ പറ്റും, ഷിർക്കാണ്, ഒരു സംശയമില്ല, ചെയ്യുന്നത് ഷിർക്കാണ്, നേർക്ക് നേരെ പറയാൻ പറ്റും. പക്ഷെ ആളുകളെ കാണിക്കാൻ വേണ്ടി മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് ചെയ്യുന്ന കാര്യം അശ്ശിർക്കുൽ ഖഫിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശിർക്കുൽ ഖഫി എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. എന്നിട്ട് അവിടെ നിന്ന് വിശദീകരിച്ചു യഖൂമു റജുലു യുസല്ലി, ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിസ്കരിക്കുന്നു, ഫയുസയ്യിനു സലാത്ത ലിമാ യറാ മിൻ നദരി റജുലിൻ, ഒരു മനുഷ്യൻ അയാളിലേക്ക് നോക്കുന്നു എന്ന് കണ്ടപ്പോൾ നിസ്കാരം ഒന്ന് നന്നാക്കി. അശ്ശിർക്കുൽ ഖഫിയാണ്, ഉള്ളിൽ അശ്ശിർക്കുണ്ട്, പുറത്തുനിന്ന് അതുകൊണ്ട് നമുക്ക് അയാളെ പറയാനും പറ്റൂല. അയാളത് ആളെ കാണിക്കാൻ വേണ്ടി ചെയ്താൽ നമുക്ക് പറയാൻ സാധിക്കും, കൽബിൻ്റെ അകത്തുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പറഞ്ഞത്. വേറെ ചില റിവായത്തിൽ പറഞ്ഞത് അത് ഷിർക്കു സറായിർ, രഹസ്യമായ ഷിർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യുഹന്നാസ് ഇയ്യാക്കും വശിർക്ക സറായിർ, ജനങ്ങളെ നിങ്ങൾ ചെറിയ ഷിർക്കിനെ, ജനങ്ങളെ നിങ്ങൾ രഹസ്യമായ ഷിർക്കിനെ ശ്രദ്ധിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. സഹാബത്ത് ചോദിച്ചു ഒമാ ഷിർക്കു അസ്സറായിർ, അള്ളാഹിൻ്റെ റസൂൽ എന്താണ് സറായിർ, രഹസ്യമായ ഷിർക്ക്? ഇതേ കാര്യം പറഞ്ഞു. യഖൂമു റജുലു ഫയുസല്ലി, ഒരു മനുഷ്യനെ എഴുന്നേറ്റ് നിസ്കരിക്കും, ഫയുസയ്യിനു സ്വലാത്തഹു ജാഹിദൻ ലിമാ യറാ മിൻ നദറി നാസി ഇലൈഹി ഫദാലിക ഷിർക്കു സറായിർ, എന്നിട്ട് ആളുകൾ കാണുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ നിസ്കാരമൊക്കെ നന്നാക്കി ശ്രദ്ധിച്ചൊക്കെ നിസ്കരിക്കാൻ ശ്രമിക്കും, അത് ഷിർക്കു സറായിറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇനി ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ, ഷിർക്കുൻ അസ്ഗർ എന്ന് പറഞ്ഞാൽ അത് റിയാ മാത്രമാണോ? അഥവാ ഷിർക്കുൻ അസ്ഗർ എന്ന് പറഞ്ഞാൽ അത് റിയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഷിർക്കുൻ അസ്ഗർ എന്ന് പറഞ്ഞപ്പോൾ റിയാ എന്നാണ് പറഞ്ഞത്. അത് അതിൻ്റെ നേരെ നിർവചനമായിട്ട് പറഞ്ഞതാണോ അതല്ല അതിൻ്റെ ഒരു ഇനം പറഞ്ഞതാണോ? അതിൻ്റെ ഒരു ഇനം പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഷിർക്കുൻ അസ്ഗറിൽപ്പെട്ട, ചെറിയ ഷിർക്കിൽപ്പെട്ട മറ്റു കാര്യങ്ങളുണ്ട്. അതാണ് അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്യുക എന്ന് പറയുന്നത്, അത് ഷിർക്കുൻ അസ്ഗറാണ്. അതല്ലെങ്കിൽ ആളുകളെ കാണിക്കുന്നതിന് ചെയ്യുന്നത് പോലെ തന്നെ ആളുകളെ കേൾപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അത് ചെയ്തതിന് ശേഷം മറ്റുള്ള ആൾ അറിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുക എന്ന് പറയുന്നതും ഷിർക്കുൻ അസ്ഗറിൽപ്പെട്ടതാണ്. അതുപോലെ തതയ്യുർ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അഥവാ പക്ഷി നോട്ടം നടത്തി, പക്ഷി വലത്തോട്ടേക്ക് പറഞ്ഞാൽ യാത്ര ആരംഭിക്കുക, പക്ഷി ഇടത്തോട്ടേക്ക് പറഞ്ഞാൽ ഇന്ന് യാത്ര വേണ്ട, ഇങ്ങനെയൊക്കെ തീരുമാനിക്കുക. ഇതൊക്കെ ഷിർക്കുൻ സറായിർ അല്ലെങ്കിൽ ഷിർക്കുൻ അസ്ഗറിൽ പെടുന്നതാണ്. അതുകൊണ്ട് ഷിർക്കുൻ അസ്ഗർ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിയാഇനെ പറഞ്ഞത് അതിൻ്റെ നിർവചനമല്ല, മറിച്ച് അതിൻ്റെ പ്രധാനപ്പെട്ട, അതിലേറ്റവും മോശപ്പെട്ട ഇനത്തെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് തന്നെയാണ്. എല്ലാവർക്കും സംഭവിക്കാൻ സാധ്യതയുള്ളത് ഇത് തന്നെയാണ്. എല്ലാവരും ഇപ്പോൾ പക്ഷി നോട്ടത്തിനോ അല്ലെങ്കിൽ അല്ലാഹ് അല്ലാത്ത ആളുടെ പേര് സത്യം ചെയ്യലിനൊന്നും പോകാൻ സാധ്യതയില്ല. മറിച്ച് സഹാബത്തിനോട് പറഞ്ഞ നിങ്ങളിൽ പേടിക്കുന്നതാണ്. അപ്പോൾ സഹാബികളിലൊക്കെ വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള ഷിർക്കിനൊക്കെ ഗൗരവത്തിൽ മനസ്സിലാക്കുന്ന തൗഹീദൊക്കെ പഠിച്ച ആളുകളിലും വരാൻ സാധ്യത ഉള്ളത് റിയ ആണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്കുൻ അസ്ഗറിനെ റിയ എന്ന് പരിചയപ്പെടുത്തിയത്. കാരണം എല്ലാ ആളുകൾക്കും അത് സംഭവിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അൽ ജവാബുൽ കാഫി അഥവാ അദ്ദാ വദ്ദവാ എന്നറിയപ്പെടുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാൻ സാധിക്കും.
ഫദാലിക്കൽ ബഹ്ർ അല്ലദീ ലാ സാഹില ലഹ്. ചെറിയ ഷിർക്കിനെ കുറിച്ച് പറയാണ്, റിയാഇനെ കുറിച്ച് പറയാണ്, അത് വലിയൊരു കടലാണ്, അതിനൊരു കര കണ്ടെത്താൻ നിനക്ക് സാധിക്കുകയില്ല. വഖല്ല അൻ യൻജു മിൻഹു അഹദുൻ, വളരെ കുറഞ്ഞ ആളുകൾ അതിൽ രക്ഷപ്പെടലുള്ളൂ എന്ന് പറയാണ്. അതുകൊണ്ട് നമ്മളാരും നിർഭയനാകാൻ പാടില്ല നമുക്ക് സംഭവിക്കുമെന്നുള്ള കാര്യം. കാരണം ദീൻ പഠിച്ച പണ്ഡിതന്മാർക്ക് പോലും അത് സംഭവിക്കും എന്നാണ് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നാളെ ഖിയാമത്ത് നാളിൽ ഒരുപാട് പഠിപ്പിക്കുകയും ഒരുപാട് അറിവ് പകരുകയും ചെയ്ത ഒരു പണ്ഡിതനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അയാൾ നിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രചരിപ്പിച്ചത് പഠിച്ചത് എന്ന് പറയുമ്പോൾ അല്ലാഹു കദബ്ത, നീ കളവാണ് പറഞ്ഞത്, ആളുകൾ നിന്നെ പണ്ഡിതൻ എന്ന് പറയണം, ആളുകൾ നിന്നെ അറിവുള്ളവൻ എന്ന് പറയണം എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ദീൻ പഠിക്കുമ്പോഴേക്കും അതൊക്കെ മാറിപ്പോകുന്നൊരു കാര്യമല്ല, മറിച്ച് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പണ്ഡിതനും പാമരനും അറിവുള്ളവനും അറിവില്ലാത്തവനും സകലരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ചെറിയ ശിർക്ക് എന്നുള്ളത്. അത് വലിയ ഒരു കാര്യമാണ്, മനസ്സിലാക്കേണ്ട കാര്യമാണ്. എൻ്റെ സഹോദരങ്ങളെ, എപ്പോഴാണ് നമ്മൾ ഒരു കാര്യത്തെ കണ്ടാൽ ഹദീസിൽ ഷിർക്ക് എന്നൊക്കെ വാക്ക് കണ്ടാൽ അത് ഷിർക്കുൻ അസ്ഗറാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക? പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതിന് ഒന്നാമത്തെ ചില അടയാളങ്ങളുണ്ട്. ഒന്ന്, ഒരു കാര്യത്തെ ഷിർക്കുൻ അസ്ഗർ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഷിർക്കുൻ അസ്ഗറാണ്. ഈ ഹദീസിൽ വന്നതുപോലെ റിയാഇനെ ഷിർക്കുൻ അസ്ഗർ എന്ന് പറഞ്ഞു. അതുകൊണ്ട് റിയാ ലോകമാന്യം എന്ന് പറയുന്നത് ഷിർക്കുൻ അക്ബർ അല്ല, ഷിർക്കുൻ അസ്ഗറാണ് നേർക്ക് നേരെ മനസ്സിലാക്കാൻ സാധിച്ചു. രണ്ടാമത്തേത് അവർ പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുക, അറബി ഭാഷയിൽ അലിഫ്ലാം ഉപയോഗിച്ചതിന് മുഅറഫാണ്, തഅരീഫുള്ളതാണ് എന്ന് പറയും. അലിഫ്ലാം ഉപയോഗിച്ച് പറയുന്നതിനെ വാക്കുകളിനെ നമ്മൾ മുഅറഫാണ് എന്ന് പറയും. അലിഫ്ലാം ഉപയോഗിക്കാത്തതിനെ നമ്മൾ പറയും നെക്കിറയാണ് എന്ന് പറയും, അലിഫ്ലാം ഇല്ലാതെ പറയുകയാണെങ്കിൽ. അങ്ങനെ അലിഫ്ലാം ഉപയോഗിച്ച് പറയുന്നത് അശ്ശിർക്ക് എന്ന് പറഞ്ഞ് ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ ഷിർക്കാണ്. അതല്ലാതെ ഷിർക്ക് എന്നുള്ള പദം മാത്രം അലിഫ്ലാം ഇല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷിർക്കുൻ അസ്ഗറാണ്. ഒരു ഹദീസിൽ വന്നതുപോലെ ഇന്ന റുഖാ വത്തമാഇം വത്തിവല ഷിർക്കുൻ, തീർച്ചയായും റുഖിയ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൈശാചികമായി മറ്റുമൊക്കെ ചെയ്യുന്ന ചില റുഖിയകൾ, തമീമത്ത് കെട്ടുന്നത്, അതുപോലെ തിവലത്ത് ഭാര്യ ഭർത്താക്കന്മാരെ പിണക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, അതൊക്കെ ഷിർക്കാണ് എന്ന് വന്നിട്ടുണ്ട്. അത് വിശദീകരണം ഉള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട അധ്യായത്തിൽ അത് വലിയ ഷിർക്കിലേക്ക് എത്തുന്നതുകൊണ്ട് അത് ഇൻഷാ അല്ലാഹ് വിശദീകരണം പിന്നീട് പറയാം. അങ്ങനെ ഷിർക്ക് എന്നുള്ള വാക്ക് മാത്രം അലിഫ്ലാം ഇല്ലാതെ ഉപയോഗിച്ചാൽ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ അത് ചെറിയ ഷിർക്കാണ് എന്നാണ്. മറ്റൊരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്, അത് അതിൻ്റെ മറ്റു തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് ഒരു പ്രവൃത്തി ചെയ്തിട്ട് അയാൾ നരകത്തിൽ പ്രവേശിക്കുന്നില്ല എന്ന രൂപത്തിലൊക്കെ മറ്റും തെളിവുകളൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ചെറിയ ഷിർക്കാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് ഷിർക്കുൻ അസ്ഗർ എങ്ങനെയാണ് മനസ്സിലാക്കുക. ഇനിയൊരു ചോദ്യം, എങ്ങനെയാണ് നമ്മൾ ഷിർക്കിൽ നിന്നും അഥവാ ഈ ലോകമാന്യത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ലോകമാന്യമായ രക്ഷപ്പെടുന്ന കാര്യം നമ്മൾ ബാഹ്യമായി കാട്ടിക്കൂട്ടുന്ന വല്ല കാര്യങ്ങളാണെങ്കിൽ നമ്മളത് ഒഴിവാക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല. നമ്മളത് ഒഴിവാക്കണം. ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കാൻ നമ്മൾ കൊടുക്കരുത്, അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യരുത്. ഒരാൾക്ക് വേണ്ടി ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്യാതിരിക്കുക, അത് ആ പ്രവൃത്തിയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. എന്നാൽ അവിടെ നമ്മൾ വസ്വാസിനെ കരുതിയിരിക്കണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യാൻ പോകുന്ന സമയത്ത് പിശാച് ചിലപ്പോൾ എന്ത് ചെയ്യും, ഇല്ലാത്ത വസ്വാസം ഉണ്ടാക്കും. നമ്മളങ്ങനെ ചിന്തിച്ചിട്ടേ തുടങ്ങിയതല്ല, പക്ഷെ പിന്നീട് പിശാച് വന്നിട്ട് പറയും നീ ഇതാളെ കാണിക്കാൻ ചെയ്യുന്നല്ലേ, നീ ചെയ്യണ്ട. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പിശാച് അനുസരിക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. അഥവാ നമ്മൾ തീരുമാനിച്ച, അള്ളാഹ്ക്ക് വേണ്ടി തീരുമാനിച്ച, ചെയ്യണമെന്ന് ഉദ്ദേശിച്ച ഒരു നന്മക്ക് വേണ്ടി മുന്നിടുന്ന സമയത്ത് പിശാചിൻ്റെ വസ്വാസി ചിലപ്പോൾ ഉണ്ടാകുക നന്മയിൽ നിന്ന് അവനെ തടയുന്നതിന് വേണ്ടിയിട്ട്. നീ എന്തിനാ ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്, അല്ലെ മസ്ജിദിലേക്ക് നടന്നു വരുമ്പോൾ എനിക്ക് എന്തിനേക്കും മസ്ജിദിൽ വരുന്ന ആളെ കാണിക്കാനല്ലേ, നമ്മളങ്ങനെ ഉദ്ദേശിച്ചിലേ വരുന്നതല്ല. പക്ഷേ പിശാച് ചിലപ്പോൾ എന്ത് ചെയ്യും, ആ രൂപത്തിൽ നമ്മളെ അമലുകളിൽ നിന്നും പിന്നോട്ടെടുപ്പിക്കാൻ ചെയ്യും. അതിൽ വീണ് പോകാൻ പാടില്ല. അതല്ലാതെ നമുക്ക് തോന്നണം ഒരാളെ കാണിക്കാൻ കൊടുക്കണം, ഒരാളെ കാണിക്കാൻ ചെയ്യണം, ഉടനെ അത് ചെയ്യരുത്. അതാണ് അത് രക്ഷപ്പെടാനുള്ള മാർഗം. ഇനി സഹോദരങ്ങൾ, അത് ഹഫിയായ ഉള്ളിന്ന് വരുന്ന കാര്യമാണെങ്കിൽ ഇത് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഉള്ളിന്ന് ഇങ്ങനെ വരുന്ന സാധനം എങ്ങനെ ചെയ്യും? പണ്ഡിതന്മാർ പറഞ്ഞു, അത് അള്ളാഹുവിനോട് ഇസ്തിആദ നടത്തുക, രക്ഷ തേടുക, റബ്ബിനോട് രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അതുപോലെ നമ്മളൊരു പ്രാർത്ഥന പഠിക്കുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. കാരണം സഹാബത്ത് ഈ ചെറിയ ഷിർക്കിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ ഇത്തഖു ഹാദ ഷിർക്ക് ഫഇന്നഹു അഖ്ഫാ മിൻ ദബീബിൻ നമൽ, ഒരു ചെറിയ കറുത്ത ഉറുമ്പിനേക്കാൾ, റിവായത്തിൽ കറുത്ത ഉറുമ്പ് മിനുസമുള്ളൊരു പാറപ്പുറത്ത് വരുന്നത് എത്രമാത്രം ഗോപ്യമായി രഹസ്യ സ്വഭാവത്തിലായിരിക്കും ഉണ്ടാവുക, അതിനേക്കാളും രഹസ്യ സ്വഭാവത്തിൽ ഷിർക്ക് നിങ്ങളിലേക്ക് കടന്നു വരും. സഹാബത്ത് ചോദിച്ചു,
എങ്ങനെയാണ് കൈഫ നത്തഖി, ഞങ്ങൾ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അൻ നുശ്രിക ബിക ഷൈഅൻ വ നഅലമു വ നസ്തഗ്ഫിറുക ലിമാ ലാ നഅലം. ഇത് നിങ്ങൾ പ്രാർത്ഥിക്കുക. അല്ലാഹുവേ ഇന്നാ നഊദു ബിക, ഞങ്ങളിതാ നിന്നോട് രക്ഷ ചോദിക്കുന്നു, മിൻ അൻ നുശ്രിക ബിക ഷൈഅൻ നഅലമുഹു, നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പങ്കു ചേർക്കുന്ന, എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നമ്മൾ അറിഞ്ഞിട്ട് നിന്നിൽ പങ്കു ചേർക്കുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലം, നമുക്കറിയാതെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ, നീ പാപം പുറത്തു തരണമേ എന്ന് അള്ളാഹിനോട് തേടിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നീട് മറ്റൊരു മസ്അല അവർ ചർച്ച ചെയ്തത്, റിയാ എങ്ങനെയാണ് അമലുകൾക്ക് സ്വാധീനമുണ്ടാവുക, അമലുമായി ബന്ധപ്പെട്ട് അതൊരു അമലിൽ റിയാ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ എഫക്റ്റായിട്ട് എന്താണ് ഉണ്ടാവുക എന്നുള്ളതാണ്. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, അത് ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും റിയാ ആണെങ്കിൽ സഹോദരങ്ങളെ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അത് ശിർക്കുൻ അസ്ഗർ എന്നങ്ങനെ പറയില്ല. അവൻ്റെ 5 നേരത്തെ നിസ്കാരവും അവൻ്റെ സക്കാത്തും അവൻ്റെ സ്വതക്കയും അവൻ്റെ നോമ്പും എല്ലാം ആളുകൾ കാണിക്കാനാണെങ്കിൽ പിന്നീട് അത് ലോകമാന്യം എന്നല്ല പറയുക, പിന്നീട് അത് പറയാൻ നിഫാഖ് എന്ന മുനാഫിക്കുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലുണ്ടായ പിൽക്കാലത്ത് ഇപ്പോഴൊക്കെ ധാരാളമുള്ള മുനാഫിക്കുകളുണ്ട്. ചെയ്യുന്ന മുഴുവൻ ആളെ കാണിക്കാൻ വേണ്ടി മാത്രം, ഉള്ളിലൊന്നുമില്ല, ഒരു വിശ്വാസം അള്ളാഹിനെ കുറിച്ചിട്ടില്ല. അതിനെ നമ്മൾ പറയുക നിഫാഖ് എന്നാണ് എന്ന് മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ഷിർക്കുൻ അസ്ഗർ അമലുകളിൽ അത് ഉണ്ടാക്കുന്ന എഫക്റ്റ് അമലുകൾ 2 തരത്തിലാണ്. ചില അമലുകൾ മുത്തസിലായ അമലായിരിക്കും, അഥവാ അത് പാർട്ടല്ല, ഒറ്റ ഭാഗമാണ്. നിസ്കാരം പോലത്തെ, നിസ്കാരം മുത്തസിലാണ്. അല്ലാഹു അക്ബർ മുതൽ സലാം വീട്ടുന്നത് വരെ ഒരു ഭാഗമാണ്. ഒരു റക്കായത്ത് കഴിയുമ്പോൾ അത് വേറെ, അതിനൊരു പ്രതിഫലം അങ്ങനെ ഇല്ല. മറിച്ച് എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ്. നമ്മൾ നേരത്തെ ഷുറൂത്തു സലയിലൊക്കെ പഠിച്ചു, എന്തെങ്കിലുമൊക്കെ ഷർത്ത് ഏതെങ്കിലും ഒരു റക്കായത്തിൽ പോയാൽ മുഴുവനാണ് ബാത്തിലാവുക. ഒരാൾക്ക് 4ാമത്തെ റക്കായത്തിൽ തശഹുദിലാണ് പോയതെങ്കിലും നിസ്കാരം മൊത്തം ബാത്തിലാവും. അതുവരെ ഉള്ളതിന് പ്രതിഫലം കിട്ടൂല, മാറ്റി വീണ്ടും ആദ്യത്തെ നിസ്കരിക്കണം. അതുപോലെ റിയാ സംഭവിക്കുന്നത് ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്താണെങ്കിൽ പോലും അത് നിസ്കാരത്തെ മുഴുവൻ ബാധിക്കുന്നതാണ്. ആ നിസ്കാരം ബാത്തിലായി പോകും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ആരെങ്കിലുമൊക്കെ കൈ കെട്ടാൻ ഒരുങ്ങുന്നത് തന്നെ ഒരാളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതുപോലെ ഒരാൾ വെറുതെ അവിടെ ഇരിക്കുകയാണ്, അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്നപ്പോൾ അയാളെ കാണിക്കാൻ വേണ്ടിയിട്ട് നേരെ കൈ കെട്ടി, കാണിക്കുമ്പോൾ തന്നെ നിയത്തതാണ്, അയാൾ വരുന്നുണ്ട് നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അയാളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അവൻ്റെ നിസ്കാരം ബാത്തിലാണ്. ഉടനെ കൈ അയച്ച് മാറ്റി കൈ കെട്ടി നിസ്കരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി അതല്ല, ഒരാൾ നിസ്കാരത്തിൻ്റെ ഇടയിലാണ് അയാൾക്ക് അങ്ങനെയുള്ള ചിന്ത വന്നത്, മറ്റൊരാൾ വന്നപ്പോൾ നന്നാക്കാനൊക്കെ ആരംഭിക്കുന്നത് എങ്കിൽ ഉടനെ തന്നെ അവൻ മുജാഹദത്തുൻ നഫ്സ്, സ്വന്തം നഫ്സിനോട് ജിഹാദ് ചെയ്യേണ്ടതുണ്ട്. അഥവാ ഞാനിത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തിട്ടേ കാര്യമുള്ളൂ, ആളുകൾക്ക് ചെയ്താൽ ഒരു അമൽ ബാത്തിലായി പോകും എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് ആ ചിന്ത അങ്ങോട്ട് ഇല്ലാതാക്കി അതിനെ അറുത്തു മാറ്റി കളയേണ്ടതുണ്ട്. അങ്ങനെയാണ് അവൻ രക്ഷപ്പെടേണ്ടത് എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ആ നിസ്കാരം മൊത്തം ബാത്തിലായി പോകുന്ന കാര്യമാണ്. അതുവരെ റിയാ ഇല്ലാതെ ചെയ്തത് രക്ഷപ്പെട്ട് അതിന് പ്രതിഫലം, ഈ ഭാഗത്തിന് മാത്രം പ്രശ്നം, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മുജാഹദത്തുൻ നഫ്സ് എടുത്തത് പൂർണ്ണമായി ഇല്ലാതാക്കണം. അവൻ അങ്ങനെ തുടർന്ന് പോയാൽ നിസ്കാരം മൊത്തം പ്രതിഫലം ഇല്ലാതായി പോകും. എന്നാൽ ഇങ്ങനെ പാർട്ടായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. സദക്കകളൊക്കെ പോലെ ഒരാളുടെ കയ്യിൽ 1000 ഉറുപ്പ്യ ഉണ്ട്, അയാൾ 10 സാധുക്കൾക്ക് 100 ഉറുപ്പ്യ വെച്ച് കൊടുക്കുകയാണ്. ആദ്യം 1, 2 കൊടുത്തപ്പോൾ അയാൾ നല്ല നിലക്ക് തന്നെ കൊടുത്തു. അപ്പോഴേക്കും കുറേ ആളുകളൊക്കെ കൂടി കുറേ ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങി. 3ാമത്തെ ആളുകൾക്ക് മുതൽ കൊടുത്തപ്പോൾ പിന്നെ ആളുകളെ കാണിക്കണം എന്നുള്ള നിയത്തായി. പണ്ഡിതന്മാർ പറഞ്ഞു ആദ്യത്തെ 2 കൂലിയുണ്ട്, കാരണം 2 വേറെ ചെയ്തു പോയി. എന്നാൽ 3 മുതൽ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്തതിന് കൂലിയില്ല, പ്രതിഫലമില്ല, മറിച്ച് ശിക്ഷയാണ്. അങ്ങനെയുള്ള കാര്യമാണ്. അപ്പം അത് പണ്ഡിതന്മാർ സഹോദരങ്ങളെ ആ രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത് കാണാൻ സാധിക്കും. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റിയാ എന്ന് പറയുന്നത്. കടന്നു വന്നാൽ നമ്മുടെ അമലുകളെ മൊത്തം ബാത്തിലാക്കി കളയുന്നതാണ്. ഇനി ചിലപ്പോൾ റിയാവിൻ്റെ വേറൊരു രൂപമുണ്ട്. അമലുകൾ ചെയ്തതിന് ശേഷം നമ്മളിൽ കടന്നു വരും ആളുകൾ അറിയണം എന്നുള്ള ചിന്ത, ആളുകളെ കേൾപ്പിക്കുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അതിനെ തസ്മിയ എന്ന് പറയും. അങ്ങനെ കേൾപ്പിക്കാൻ ഒരാൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗൗരവമുള്ള ശിക്ഷ അവനുണ്ട്. മൻ സമ്മഅ അല്ലാഹു ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെങ്കിലുമൊക്കെ കേൾക്കണം, അവൻ അറിയണം, കേളി കിട്ടണം എന്ന് പറഞ്ഞാൽ അല്ലാഹു അതുകൊണ്ട് അവനെ കേൾപ്പിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് പ്രതിഫലം ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയില്ല ആഖിറത്തിൽ. ചെയ്തുമ്പോൾ ആരുമില്ല, രാത്രി നിസ്കരിക്കുമ്പോൾ ആരുമില്ല, ഒറ്റക്കാണ് നിസ്കരിച്ചത്. അപ്പോൾ റിയാ എന്ന് പറയില്ലല്ലോ, ആരുമില്ലല്ലോ, ആരും കണ്ടിട്ടില്ല. കാണാൻ വേണ്ടി ചെയ്യുന്നതിനാണ് റിയാ എന്ന് പറയാം. പക്ഷേ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അടയാളങ്ങളും മറ്റുമൊക്കെ പറഞ്ഞ് പിന്നീട് ആളുകൾ അറിയിക്കണം, ഞാൻ അങ്ങനെ എപ്പോഴും നിസ്കരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ എപ്പോഴും കൊടുക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ് അറിയിക്കണം. അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ
ഏൽപ്പിച്ചിട്ട് പറയിപ്പിക്കും, നീ ഒന്ന് പറയണം ആളുടെ ഇടയിൽ, അല്ലേ, ആളുകൾ കേൾക്കണം എന്നുള്ള ആഗ്രഹം. ഇതിനെ പണ്ഡിതന്മാർ അതിന് വേറെ തന്നെ ഒരു ശിക്ഷ ഇതിനുണ്ട്. പക്ഷേ ഈ അമൽ ബാത്തിലാവില്ല. കാരണം അമലിൻ്റെ പ്രതിഫലം അമൽ സലാം നിസ്കാരമാണെങ്കിൽ സലാം വിട്ടുന്നതോടുകൂടി അത് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന് ബാത്തിലാകാനില്ല. പക്ഷേ ഇത് വേറൊരു തിന്മയായിട്ട് അവിടെ രേഖപ്പെടുത്തുന്ന ആളുകൾ കാണണമെന്ന ആഗ്രഹം, അത് വേറൊരു ഷിർക്കുൻ അസ്ഗറിൻ്റെ രീതിയാണ്, അത് അവിടെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണമെന്നാണ്. പിന്നീട് അവർ ചർച്ച ചെയ്ത മറ്റൊരു കാര്യം, നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, ചെയ്യുമ്പോഴും ആഗ്രഹിച്ചിട്ടില്ല, ചെയ്തതിന് ശേഷവും ആഗ്രഹിച്ചിട്ടില്ല, എന്നാലുമാണ് ചില ആളുകൾ എന്ത് ചെയ്യും, നമ്മൾ ചെയ്ത നന്മയെ, നമ്മൾ ചെയ്ത എന്തെങ്കിലുമൊക്കെ ഒരു സൽക്കർമ്മത്തെ, ഒരു നല്ല പ്രവർത്തനത്തെ പുകഴ്ത്തുന്നതുണ്ടാകും. അതെന്നെ ബാധിക്കുമോ എന്നുള്ളതാണ്. പണ്ഡിതന്മാർ പറയുന്നു അത് ബാധിക്കുന്നില്ല. കാരണം നമ്മളങ്ങനെ ആഗ്രഹിച്ചിട്ടേ ഇല്ല. മറിച്ച് അവർ അതിനെ പറയാറുള്ളത്, അത് ആദാമിൻ ആജിലി ബുഷ്റൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന് പരലോകത്ത് കിട്ടുന്നതിന് മുമ്പ് ദുനിയാവിൽ തന്നെ കിട്ടുന്ന ചില സന്തോഷമാണത്. അവൻ ചെയ്ത നന്മകൾ അത് ആളുകൾ അറിയുകയും ആളുകൾ അത് പറയാം. അവൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. അത് ഓരോരുത്തരുടെ കൽബിന് അവനറിയാം. ഒരാൾ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, ഒരാൾ പുകഴ്ത്തണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, ഒരാഗ്രഹം ഇല്ലാതെ ചെയ്താണ്. പക്ഷെ എന്നാലും ചിലപ്പോൾ അള്ളാഹു എന്ത് ചെയ്യും, അവൻ്റെ മനസ്സിനൊരു സന്തോഷം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആരെങ്കിലും അവനെ പുകഴ്ത്തുകയും ആരെങ്കിലും അവനെ പ്രശംസിക്കുകയൊക്കെ ചെയ്യുന്നത് അവൻ്റെ ചെവി കൊണ്ട് കേൾക്കുകയോ അറിയുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. അതൊരു അള്ളാഹു നൽകുന്നൊരു സന്തോഷമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ഹദീസ് വളരെ ഗൗരവമുള്ള ഒരു ഹദീസാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ചെറിയ ശിർക്ക് എന്ന് പറയുന്നത് നമ്മുടെ അമലുകളെ ബാത്തിലാക്കി കളയുന്ന കാര്യമാണ്. ഒരു മുവഹിദ് എപ്പോഴും അതിനെ കരുതിയിരിക്കണം. അടുത്ത അദ്ദേഹം കൊടുക്കുന്നു മറ്റൊരു ഹദീസ്, അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ മാത വഹുവ യദ്ഉ ലില്ലാഹി നിദ്ദ ദഖല അന്നാർ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത, ആരെങ്കിലും മരണപ്പെട്ടു, വഹുവ യദ്ഉ ലില്ലാഹി നിദ്ദൻ, അള്ളാഹുവിൻ്റെ നിദ്ദുണ്ടാക്കി, ഒരു സമന്മാരെ ഉണ്ടാക്കി അവൻ പ്രാർത്ഥിക്കുന്ന ഒരുവനായിട്ടാണ്. അഥവാ തൗബ ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല, അല്ലാത്ത ആൾക്കാരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അങ്ങനെ തന്നെ ആ ഒരു കോലത്തിൽ തന്നെ പിന്നീട് അവന് ഷിർക്കിൽ നിന്നും രക്ഷപ്പെട്ട് മുവഹിദായിട്ടില്ല, അങ്ങനെ തന്നെ മരണപ്പെട്ടാൽ ദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. മാളിയായിട്ടാണ് പറഞ്ഞത്. ദഖലന്നാർ, അവൻ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു, സംശയം വേണ്ട, അവൻ നരകത്തിലാണ്. ഷിർക്കിലാണ് മരണപ്പെടുന്നതെങ്കിൽ നരകത്തിലാണ് എന്നർത്ഥം. ആ ഷിർക്കിൻ്റെ ഒരു ഇനമാണ് പറഞ്ഞത്, വഹുവ യദ്ഉ ലില്ലാഹി നിദ്ദൻ, അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലാണ് പറയുന്നത്. ഇവിടെ സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത്, വഹുവ യദ്ഉ ലില്ലാഹി നിദ്ദൻ, അള്ളാഹുവിനെ സമന്മാരുണ്ടാക്കി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ സമനാണ് ഇവനെന്ന് വിശ്വസിക്കേണ്ടത് ഉണ്ട് എന്നല്ല. മറിച്ച് ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ട ഹക്ക് അഥവാ അതിൽപ്പെട്ടതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് മറ്റൊരാൾക്ക് നൽകിയാൽ തന്നെ യഥാർത്ഥത്തിൽ അതെന്താണ്, അത് അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കലാണ്. യാതൊരു സംശയവും വേണ്ടതില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ആ ഇബാദത്തിന് അർഹതയുള്ളൂ. അള്ളാഹു പറഞ്ഞല്ലോ, അന്നൽ മസാജിദ ലില്ലാ, തീർച്ചയായും മസ്ജിദുകൾ അള്ളാഹുവിനുള്ളതാണ്. അവിടെയാണ് ഇബാദത്തുകളൊക്കെ നടക്കുന്നത്. പ്രാർത്ഥനകളും സഹായതട്ടങ്ങളൊക്കെ മനുഷ്യന്മാർ കൂടുതൽ നടത്തുന്ന ഒരു സ്ഥലമാണല്ലോ മസ്ജിദുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹു പറയാണ്, ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, പ്രാർത്ഥനകളിൽ ഒന്നും അള്ളാഹു അല്ലാത്ത ഒരാൾക്കും നൽകാൻ പാടില്ല. വളരെ വ്യക്തമായിട്ട് ഇത് പറഞ്ഞിട്ട് ഷിർക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്ത് ഉത്തരമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നാളെ കിട്ടുക? അള്ളാഹു പറയുന്നു, ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹുവിനോടൊപ്പം ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. ഇപ്പം ഇത് പറയുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങൾ പ്രാർത്ഥന അല്ല നടത്തുന്നത്, ഞങ്ങൾ സഹായതട്ടാണ്. സഹോദര, നീ വാക്കുകൾ മാറ്റിക്കൊണ്ട് എന്ത് ഉപയോഗമാണ് ഉള്ളത്? അല്ല, ഈ പറയുന്ന വ്യക്തിയോട് ചോദിക്കാം, നീ ഒരു കാര്യം ചെയ്യും, നീ അള്ളാഹിനോടൊന്ന് പ്രാർത്ഥിക്ക്. എങ്ങനെയാണ് പ്രാർത്ഥന വചനം? അള്ളാഹിനോട് സഹായം തേടും. ഇതാണ് സഹായം തേടുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. അതിൻ്റെ വ്യത്യാസം എന്താ ഉള്ളത്? ഇനി മൊയ്തീൻ ഷെയ്ഖിനോട് നീ പ്രാർത്ഥിച്ചിട്ടൊന്ന് കാണിക്ക്, സഹായം തേടിയിട്ടൊന്ന് കാണിക്ക്. രണ്ടിൻ്റെ വ്യത്യാസം ഒന്ന് അറിയണമല്ലോ. ഒരു വ്യത്യാസമില്ല, ഒരു വ്യത്യാസമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് സഹായതട്ടം, പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ അത് പര്യായ പദങ്ങളാണ്. ദുആ ഒരു മൊത്തത്തിൽ വലിയ ഭാഗമാണ്. അതിലൊരു കാര്യമാണ് നമ്മളൊരു സഹായം അള്ളാഹിനോട് ആവശ്യപ്പെടുക എന്നുള്ളത്. അപ്പം അത് വലിയ വ്യത്യാസമില്ല. ഇസ്തിഗാസയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇസ്തിഗാസ എന്ന് പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് അങ്ങേയറ്റത്തെ സന്നിഗ്ധ ഘട്ടത്തിൽ തേടുന്ന പ്രാർത്ഥനക്കാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. മുട്ടിപ്പോയി, പൊറുതി മുട്ടിപ്പോയി, ഇതിന് രക്ഷയില്ല, അങ്ങനെ തേടുമ്പോഴാണ് ഇസ്തിഗാസ. ഞങ്ങൾ ഇസ്തിഗാസ ഏറ്റവും വലിയ അബദ്ധമാണ് അവർ പറയുന്നത്. ഇതിനൊക്കെ വലിയ ചെറിയ തന്ത്രങ്ങളുണ്ട്. കാരണം ചില സ്ഥലങ്ങളിൽ ഇസ്തിഗാസ നടത്തി എന്ന് പറയുന്ന വാക്കുകളൊക്കെ ഖുർആനിൽ നിന്ന് കിട്ടും, ഹദീസുകളിൽ നിന്ന് കിട്ടും. അതിൻ്റെയൊക്കെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. കാരണം ഇസ്തിഗാസ രണ്ട് രൂപത്തിലുണ്ട്. അത് മഖ്ലൂക്കുകളോട്, അടിമകളോട് നമുക്ക് ചോദിക്കാൻ പറ്റിയ ഇസ്തിഗാസയുണ്ട്, സഹായതട്ടുണ്ട്. അത് അവർക്ക് കഴിവുൾപ്പെട്ട കാര്യം നമ്മൾ ചോദിക്കുകയാണ്. ഒരു മനുഷ്യനോട് എന്നെ അടിക്കാൻ വരുമ്പോൾ എന്നെ അടിക്കാൻ വന്ന് രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇസ്തിഗാസയാണ്. കാരണം നമ്മൾ ബുദ്ധിമുട്ടിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു കാട്ടിൽ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു ആനയോ അല്ലെങ്കിൽ വന്യമൃഗമോ നമ്മളെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങി, നമ്മൾ ചാടി നമ്മളെ മേത്തേക്ക് വീഴാണ്. അപ്പോൾ ഒരു
തോക്കുള്ള ഒരു മനുഷ്യനെ നമ്മളവിടെ കാണുന്നുണ്ട്, ഒരു പട്ടാളക്കാരൻ അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ. നമ്മൾ അയാളെ കാറ്റിനെ പിടിച്ച് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ട് അയാളോട് വിളിച്ച് പറയാം. അതൊരു ഇസ്തിഗാസയാണ്, പക്ഷേ അത് അനുവദിക്കപ്പെട്ട ഇസ്തിഗാസയാണ്. കാരണം എന്താണ്? അത് അയാളുടെ കഴിവിൽപ്പെട്ട കാര്യമാണ്. ഒരു വ്യക്തിയുടെ കഴിവിൽപ്പെട്ട കാര്യം നമ്മൾ അയാളോട് ചോദിച്ചാൽ അതിനെ ആ നിലയ്ക്ക് ഇസ്തിഗാസ എന്ന് പറയാൻ സാധിക്കും. ഇങ്ങനെയാണോ അല്ലാഹു തആലയോട് നമ്മൾ ചോദിക്കുന്ന കാര്യം? ഒരിക്കലുമല്ല. മനുഷ്യന്മാർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ. ഇവിടെ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അല്ലാഹു അല്ലാത്ത ആളുകളോട് ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ തന്നെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദഖലന്നാർ, നരകത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹു പറഞ്ഞത് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, ഒരാളോടും പ്രാർത്ഥിക്കാൻ പാടില്ല. അഹദ് എന്ന് പറയുന്ന വാക്ക് നെക്കിറയായിട്ടാണ് ഉപയോഗിച്ചത്. അത് സഹോദരങ്ങളെ വിലക്കുന്ന സമയത്ത് അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഭാഷയിലെ നിയമമാണ്, ഉസൂലുകളിലുള്ള നിയമമാണ്. അതുകൊണ്ട് അത് മുഴുവൻ എന്നുള്ള അർത്ഥം കിട്ടും. ഒരാളോടും എന്ന് നമുക്ക് പറയാൻ പറ്റും, ഒരാളോടും ചോദിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ വേറെ ചർച്ചയ്ക്ക് ആവശ്യം, നിങ്ങൾ സംവാദത്തിന് വരേണ്ട ആവശ്യം ഈ ഒരൊറ്റ ആയത്ത് പഠിച്ചാൽ മതി. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ എന്ന് പറഞ്ഞാൽ ഒരാളോടും ഇല്ല. പ്രാർത്ഥിക്കുന്നുണ്ടോ, സഹായം തേടുന്നുണ്ടോ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം. ഡോക്ടറോട് ചോദിക്കുന്നതും ഉമ്മയോട് വെള്ളം ചോദിക്കുന്നതും പ്രാർത്ഥനയാണ്, സഹായതേട്ടമാണ് എന്ന് ബുദ്ധിയുള്ള മനുഷ്യന്മാരാരും ഇതുവരെ പറയുകയില്ല. മറിച്ച് ഇതുപോലെ ശിർക്ക് ചെയ്തിട്ട് ബുദ്ധി നഷ്ടപ്പെട്ടു പോയ ആളുകളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ പറയുന്നത്. സഹോദരങ്ങൾ, അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ ആദ്യമായി വിലക്കുന്നതും ഈ ഷിർക്കിനെ കുറിച്ചാണ്. ഖുർആനിലെ ആദ്യത്തെ ആയത്ത് യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും, ഓ മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യണം. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ് അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെ പഠിച്ചതും നിങ്ങൾക്ക് മുമ്പുള്ളവരെ പഠിച്ചതും നിങ്ങൾ ആ റബ്ബിനെ ഇബാദത്ത് ചെയ്യണം. ലഅല്ലക്കും തത്തഖൂൻ, എങ്കിൽ നിങ്ങൾക്ക് സൂക്ഷ്മതയുള്ള മുത്തഖിയാകാൻ സാധിക്കണമെങ്കിൽ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കണം. എന്നിട്ട് അല്ലാഹു തആല പറയാണ് അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഭൂമിയെ നിങ്ങൾക്ക് അല്ലാഹു വിധാനിച്ചു നൽകിയിരിക്കുന്നു. വസ്സമാ ബിനാ, ആകാശത്തെ ഉപരിയിൽ നിങ്ങൾക്ക് വിധാനിച്ചു നൽകിയിരിക്കുന്നു. അല്ലാഹു ബിനാ എടുപ്പായി നൽകിയിരിക്കുന്നു. വഅൻസല മിനസ് സമാഇ മാഅ, ആകാശത്തുനിന്ന് മഴയെ അല്ലാഹു വർഷിച്ചു വന്നിരിക്കുന്നു. ഫഅഖ്റജ ബിഹി, അതുകൊണ്ട് അല്ലാഹു തആല പുറത്തു കൊണ്ടുവരുന്നു. മിനസ് സമറാത്ത് റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് റിസ്ഖായി കൊണ്ട് കായികനികൾ അല്ലാഹു തആല നൽകി. എന്നിട്ട് അല്ലാഹു തആല പറയാൻ ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് ഇതിനൊക്കെ കഴിവുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ, ഇതിനൊരാൾക്കും കഴിവില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മൊഹീദ്ദീൻ ഷെയ്ഖിന് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഔലിയാക്കൾക്ക് ഇതിനൊന്നും കഴിവില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കും. ആദ്യകാലത്ത് വിശ്വസിച്ചിരുന്നു, ഇന്നും ബഹുഭൂരിപക്ഷം അങ്ങനെ വിശ്വസിക്കുന്നു. വിശ്വസിക്കാത്ത മക്കാ മുശ്രിക്കുകളെക്കാളും വേച്ച ചില ആളുകളുണ്ട്. അവർ ഈ ആയത്തിന് തന്നെ എതിരാണ്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഔലിയാക്കളും ചെയ്യുന്നതാണ് പറയുന്നത്. ആകാശത്ത് മഴ പെയ്യിപ്പിക്കുകയും ചെടികളെ മുളപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. അല്ലാഹു തആല മക്കാ മുശ്രിക്കുകൾക്ക് ഇന്നത്തെ മടവൂറിനെ ആരാധിക്കുന്ന മുശ്രിക്കുകളുടെ സ്വഭാവം ഇല്ലാത്തത് കൊണ്ട്, അത്രയും മുശ്രിക്കുകളല്ലാത്തത് കൊണ്ട് അല്ലാഹു തആല അവരംഗീകരിക്കുന്ന കാര്യം ആദ്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ആകാശത്തുനിന്ന് മഴ പെയ്യിപ്പിക്കുന്നതും അത് മുഖേന കായികനികൾ ഉണ്ടാക്കുന്നതെല്ലാം അല്ലാഹു ആണെന്ന് നിങ്ങൾക്കറിയുമല്ലോ. ഈ കാര്യം പറഞ്ഞുകൊണ്ട് എങ്ങനെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ സമന്മാരെ ഉണ്ടാക്കരുത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് ഇതിനെല്ലാം കഴിവുള്ളത്. അതുകൊണ്ട് അല്ലാഹുവിനോട് മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അത് മറ്റൊരാൾക്ക് നൽകിയാൽ അല്ലാഹു തആലയെ നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ പറയുകയാണ്. അതുകൊണ്ട് വലിയ പാപമായിട്ടാണ് അള്ളാഹുവിന് പങ്കു ചേർക്കുന്ന, അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെയും അറിയിക്കുന്നു, ധാരാളക്കണക്കിന് ഹദീസിലൂടെയും ആയത്തിലൂടെയും അറിയിക്കുന്നു. അവർക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് നരകത്തിൽ കാലാകാലം പ്രവേശിക്കുക എന്നുള്ളതാണ്. സ്വർഗത്തിലേക്ക് അവർക്കൊരിക്കലും തിരിച്ചു വരാൻ സാധിക്കുകയില്ല. ഇതാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അവസാനത്തെ തെളിവായി കൊടുത്തിട്ടുള്ളത് വലി മുസ്ലിമിൻ അൻ ജാബിറിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, മുസ്ലിം ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുകയാണ്. എന്താണ് അതിൽ നിന്ന് ഉദ്ധരിക്കുന്നത്? അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലഖിയല്ലാഹ് ലാ യുശ്രികു ബിഹി ഷൈഅ ദഖലൽ ജന്ന. നാളെ ആരെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആലയെ ശിർക്ക് ചെയ്യാത്തവനായിക്കൊണ്ട് കണ്ടുമുട്ടുന്നുണ്ട് എങ്കിൽ, ഒരു ശിർക്കും ചെയ്യാതെയാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് എങ്കിൽ അവൻ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. വമൻ ലഖിയഹു യുശ്രികു ബിഹി ഷൈഅ, എന്തെങ്കിലുമൊക്കെ ശിർക്ക് ചെയ്ത അവസ്ഥയിലാണ് അള്ളാഹിനെ കാണുന്നതെങ്കിൽ ദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഷിർക്കിൻ്റെ അവസ്ഥയിലാണ്, ഷിർക്ക് ചെയ്തിട്ടാണ് അള്ളാഹിനെ കണ്ടുമുട്ടുന്നത് എങ്കിൽ വേറെ ഒരു വകുപ്പുമില്ല. ദഖലന്നാർ, നരകത്തിൽ പ്രവേശിച്ചു. എന്നാൽ ഷിർക്ക് ചെയ്യാതെയാണ് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുന്നുണ്ടെങ്കിൽ അവൻ എങ്ങനെയായാലും സ്വർഗത്തിൽ പ്രവേശിക്കും. ഇതിൽ പറഞ്ഞ ദഖലൽ ജന്ന എന്നുള്ളത് മറ്റുള്ള ഹദീസിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കേണ്ട വിശദീകരണം. ഒന്നുകിൽ അവൻ
നേർക്ക് നേരെ തന്നെ തുടക്കത്തിൽ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ അഥവാ നമ്മൾ കഴിഞ്ഞ ഹദീസിൽ പറഞ്ഞതുപോലെ, കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞതുപോലെ വിചാരണയില്ലാതെ ഒന്നുമില്ലാതെ നേർക്ക് നേരെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവനായിരിക്കും ഏറ്റവും ഭാഗ്യവാന്മാർ. രണ്ടാമത്തെ ആളുകൾ ഉണ്ടാകും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്, അവർക്ക് ചെറിയ ഒരു കാണിച്ചു കൊടുക്കൽ മാത്രം ഉണ്ടാകും, നിങ്ങൾ അമലുന്നതാണ്, വേഗം പോയിക്കോളൂ, അങ്ങനെ പ്രവേശിക്കുന്നവരുണ്ടാകും. മൂന്നാമത്തെ വിഭാഗത്തിന് അവർക്ക് വിചാരണ ഉണ്ടാകും. അങ്ങനെ വിചാരണ ഉണ്ടായാൽ അവർ ശിക്ഷിക്കപ്പെട്ടത് തന്നെ. ഇനി അങ്ങനെ ശിക്ഷിക്കപ്പെട്ടാലും അവരെന്ത് ചെയ്യും? ആ ശിക്ഷകൾ അനുഭവിച്ചു കഴിഞ്ഞാൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. കാരണം എന്താണ്? അവർ അള്ളാഹുവിനെ ശിർക്ക് ചെയ്യാത്ത അവസ്ഥയിലാണ് കണ്ടുമുട്ടിയിട്ടുള്ളത്. അവിടെയാണ് ഇവിടെ പറഞ്ഞത് ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ളത്. എന്നാൽ അതിന് താഴെയുള്ള വിഭാഗം അഥവാ ശിർക്ക് ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന വിഭാഗം, അവർ ദഖലന്നാർ, അവർ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. അവർക്ക് ഒരിക്കലും സ്വർഗത്തിലേക്ക് വരാൻ സാധിക്കുകയില്ല എന്നാണ് സഹോദരങ്ങളെ ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഷിർക്കിലായിട്ട് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് കാലാകാലം നരകമാണ്. അതുകൊണ്ട് ആ ഷിർക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സംഭവിക്കുന്നത്, വലുതാകട്ടെ ചെറുതാകട്ടെ, നമ്മൾ കരുതിയിരിക്കണം. അതുകൊണ്ട് തന്നെ തൗഹീദ് നന്നായിട്ട് പഠിക്കണം. അദ്ദേഹം ഇത് കൊടുത്തതിന് ശേഷം ഇനി തൗഹീദിൻ്റെ ഇനങ്ങൾ, വിശദമായ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഇത് കേട്ട് മനസ്സിലാക്കിയ ഒരാൾ എന്ത് ചെയ്യും? തൗഹീദിൻ്റെ പഠനം ഇവിടെ അവസാനിപ്പിക്കുകയില്ല. ഇനി നന്നായി പഠിക്കണം. അതിൻ്റെ കുല്ലിയാത്തുകളും ജുസ്ഇയാത്തുകളും, പ്രധാനപ്പെട്ട അതിൻ്റെ ഹെഡിങ്ങുകളും, പ്രധാനപ്പെട്ട ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളും, അതിൻ്റെ ഓരോ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളിൽ വിശദമായി പഠിക്കേണ്ടതും ഒക്കെ എനിക്ക് മനസ്സിലാക്കണം. അങ്ങനെ ഒരു കാര്യത്തിലും എൻ്റെ പ്രവൃത്തിയിലോ എൻ്റെ സംസാരത്തിലോ എൻ്റെ രാജ്ഞത്തിലോ ഒന്നിലും എനിക്ക് ഷിർക്കിൻ്റെ ഒരു കലർപ്പും ഉണ്ടാകാൻ പാടില്ല. വർദ്ധിച്ചു വരുന്ന വ്യത്യസ്ത ഷിർക്കിൻ്റെയും കുഫ്റിൻ്റെയും അറിയുന്നതും അറിയാത്തതുമായ മുഖങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടണമെങ്കിൽ ഈ തൗഹീദിൻ്റെ കാര്യത്തിൽ അടിസ്ഥാനം നമ്മൾ പാകിയിരിക്കണം എന്നുള്ള ബോധ്യം ഉണ്ടാവുകയും ഷിർക്കിനെ പേടിക്കുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഈ അധ്യായം അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.